ഏനോശിന്റെ കാലത്ത് ഭയങ്കര ആരാധന. പക്ഷെ ഒരു കാര്യം പറയാം, ആരാധന ഒരു ഭാഗത്ത് കൊടുമ്പുരിക്കണ്ട് നടക്കുമ്പോഴും ആരാധന കഴിഞ്ഞ് ഈ ആരാധിച്ചതിൽ മിക്ക ആൾക്കാരും ബോധിച്ച പോലെ നടക്കുക. അങ്ങനല്ലേ ഇന്നും? 3 മണിക്കൂർ ഭയങ്കര തകർപ്പാ. ഞാൻ എന്നെയും പ്രതിയാക്കിയാ പറയുന്നേ. 3 മണിക്കൂർ ഈ ആരാധിക്കുന്ന ആ സമയത്ത് നമ്മുടെ മനോഭാവവും നിപ്പും നോട്ടവും ഒക്കെ വളരെ വളരെ അഭിനന്ദനീയമാണ്. എല്ലാവരും അഭിനന്ദിക്കാം, ശ്ലാഘിക്കാം. പക്ഷെ ഒരു കാര്യം പെന്തിക്കോസുകാരോടും പറയാം, നീ 3 മണിക്കൂർ ആരാധിച്ചേച്ച് 21 മണിക്കൂർ ബോധിച്ച പോലെ നടക്കരുത്. സ്റ്റേജിൽ നിൽക്കുമ്പോഴേ ഞാൻ എന്നെ പ്രതിയാക്കിയാ പറയുന്നേ. സ്റ്റേജിൽ നിൽക്കുമ്പോൾ 3 മണിക്കൂർ ജീസസ് ഈ കാറിന്റെ വൈപ്പർ അടിക്കും പോലെ, മഴയത്ത് കാറ് പോകും പോലെ. നല്ല കാര്യം, ഞാൻ എന്നെയും പ്രതിയാക്കിയ. ഈ 3 മണിക്കൂറല്ല 4 മണിക്കൂർ ഉള്ള ബഹളമല്ല. ആ 4 മണിക്കൂർ കഴിഞ്ഞേ 21 മണിക്കൂറുമല്ല 20 മണിക്കൂറും നീ ആമേൻ സ്തോത്രം ഈ രീതിയിൽ നിൽക്കണം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 37 വായിച്ചത്. എബ്രായ ലേഖനം പഠിക്കുമ്പോൾ എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ആമൻ ഏറെ നല്ലത്. ഇതിലെ പ്രതിപാദ്യ പുരുഷൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തു ശ്രേഷ്ഠനെന്ന് എണ്ണിയിരിക്കുക. അവിടുന്ന് ദൈവദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു. യേശു ക്രിസ്തു അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു. മോശയേക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു. യോശുവായേക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു. ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു. പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു. മൽക്കിസദേക്കിനേക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു. അഹരോനേക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു. മഹാപുരോഹിതനേക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു. ദൈവാലയത്തേക്കാൾ ശ്രേഷ്ഠൻ യേശു ക്രിസ്തു. സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠൻ. എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. എന്നിട്ട് എബ്രായ ലേഖനത്തിൽ പൗലോസ് മൽക്കീസേദെക്കിനോടുള്ള ബന്ധത്തിൽ പറയുക, ഇവൻ എത്ര മകാനെന്ന് നോക്ക്. അതിനാ കാണാൻ കൊള്ളാവുന്നവനാ യേശു. നോക്കിയാൽ കണ്ണ് പറയുകയല്ല, ആ മുഖത്തേക്ക് നോക്കിയാൽ കണ്ണെടുക്കുകയല്ല. നമ്മുടെ മുഖത്തോട്ട് നോക്കുകയാണെങ്കിൽ 5-ാം പനി വന്ന് ആകും. ആ നോട്ടോ ഇരിപ്പം കണ്ട വെപ്രാളം കയറും. ദൈവമേ, അതുകൊണ്ട് ആരും നിന്നെ ശരിക്കും നോക്കാത്തതും. പക്ഷെ യേശുവിൻ്റെ മുഖത്തോട്ട് നോക്കി, ആ മുഖത്തിൽ നിന്ന് തേൻ ഇറ്റിറ്റ് വീഴുന്നെന്ന. വേറൊരു ഭാഗത്ത് ഒരു പേരിശ്ശേരി മത്താച്ചൻ എഴുതിയത് മുഖത്ത് കോടി സൂര്യപ്രഭയേറുന്നെന്ന. സ്തോത്രം. അവിടുത്തെ മുഖത്തോട്ട് നോക്കി ആ കണ്ണ് പറിക്കുകയല്ല, വായിന്ന് വരുന്നതോ ലാവണ്യവാക്ക. അല്ല നിന്നെ കൊല്ലും, തട്ടിക്കളയും, വെച്ചേക്കുകയല്ല, അങ്ങനൊന്നുമല്ല. യേശു കൊല്ലുന്ന ദൈവമല്ല, യേശു ജീവിപ്പിക്കുന്ന ദൈവമാ. സ്തോത്രം. യേശു ആരെയും കൊല്ലത്തില്ല. യേശു എല്ലാവർക്കും ജീവൻ കൊടുക്കുന്നവനാ, സമൃദ്ധിയായ ജീവൻ കൊടുക്കുന്നവനാ. ദൈവത്തിന് മഹത്വം. മുഖത്തോട്ട് നോക്കിയാൽ കണ്ണ് പറിക്കത്തില്ല, വായിന്ന് വരുന്നതല്ല ലാവണ്യവാക്കുകളാ. അതുകൊണ്ട് ആ പള്ളിയിലിരുന്ന എല്ലാവരുടെയും കണ്ണ് അവൻ്റെ മേലായി. ഇന്ന് രാത്രി ആ നസറായൻ നമ്മുടെ നടുവിലുണ്ട്. എല്ലാവരും ശ്രേഷ്ഠനാകുന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. അവൻ ആ പൊന്മുഖത്തേക്ക് നോക്കി. എന്തോ യോഗ്യതയാ. ഇവിടെ എലന്തൂരിലെ നമ്മുടെ TKS എഴുതിയൊരു പാട്ടുണ്ട്. അത് പാടാനൊന്നും അത്ര കഴിവൊന്നുമില്ല, ട്യൂണും സ്വരവും ഒന്നുമില്ല. അറിയാമല്ലോ, കേൾക്കുമ്പോൾ അറിയാമല്ലോ. എങ്കിലും പാടുകല്ല പറയുക. TKS എഴുതിയ വരി ഇങ്ങനെ ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിതു കന്യാജാതനായി ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ തന്നവതാരം നിസ്തുലം. ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ തന്നവതാരം നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തൻ്റെ മഹിമ തുലം. കല്ലുക്ഷതലേശം കാണുന്നില്ലി മനുജനിലം നുര ചെയ്തു താൻ. കല്ലുക്ഷതലേശം കാണുന്നില്ലി മനുജനിലം നുര ചെയ്തു. മരണമതിൻ വിധി എഴുതിയതിവനെ പ്രതിമാത്രം ഭൂവി അത്ഭുതം. മരണമതിൻ വിധി എഴുതിയതിവനെ പ്രതിമാത്രം ഭൂവി അത്ഭുതം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തൻ്റെ മഹിമ
തുല്യം. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന നസ്രയനാകുന്ന യേശുക്രിസ്തു. ഓടിച്ചു മുമ്പോട്ട് പോകാം. എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ പുരുഷൻ, എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന യേശുക്രിസ്തു. ഇതിലെ പ്രധാന വിഷയം ഏറെ നല്ലത്. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? എബ്രായ ക്രിസ്ത്യാനികളെ പറ്റി പറയുമ്പോൾ ഇവരിൽ സിംഹഭാഗം ആൾക്കാരും യഹൂദ മതം വിട്ട് വന്നവരാ. യഹൂദ മതം, യഹൂദനെ കണ്ടാൽ അറിയാം, യഹൂദ മതത്തിനൊത്തിരി വിശേഷതയുണ്ട്. എന്താ? യഹൂദനൊത്തിരി ക്വാളിറ്റി ഉണ്ട്. എല്ലാം പറയാൻ നേരമില്ല. ഇവരിൽ സിംഹഭാഗം ആൾക്കാരും യഹൂദ മതം വിട്ട് ഈ മാർഗത്തിൽ വന്നവരാ, യേശുവിൻ്റെ പുറകെ. അപ്പൊ പ്രാരംഭ സമയത്ത് ഇവർ കടന്നു വന്ന് തീഷ്ണതയോടെ വന്നു. ഇവരുടെ തീഷ്ണതയുടെ തെളിവ് 2 വാക്യമാ. 6-ാം അധ്യായത്തിന്റെ 9 മുതലും 10-ാം അധ്യായത്തിന്റെ 32-ാം വാക്യവും ക്രമത്താല് തോന്നിച്ചാവുമെന്ന് വായിച്ചേര്. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു എങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്കുതകുന്നതും വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. ഇവര് ദൈവത്തെ നന്നായി സ്നേഹിച്ചവരാ. വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും. അപ്പൊ ആരംഭകാലത്ത്, ആ പ്രാരംഭ സമയത്ത് ഇവര് നന്നായി കർത്താവിന്റെ വേലയ്ക്ക് ചുമല് കൊടുത്തവരാ. ഈ പെന്തക്കോസിന്റെ ആരംഭത്തിലും അങ്ങനെയൊക്കെയാ. ആദ്യം ഇറങ്ങിയ മാതാപിതാക്കളൊക്കെ വളരെ താല്പര്യത്തോട് ഈ വേലയ്ക്ക് ചുമല് കൊടുത്തു. അവരൊക്കെ നിന്നത് കൊണ്ടാ ഈ വേല ഇത്രയൊക്കെ ദൈവകൃപ കൊണ്ട് വർദ്ധിച്ചു വന്നത്. ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ ചിലർ അനുഭവസ്ഥരാ, 2 കോഴി മുട്ടയിട്ട പിള്ളേർക്ക് പോലും കൊടുക്കുകയല്ല. മുട്ടയെടുത്ത് പാത്ത് വെക്കും. അരിക്കകത്തോ ഉമിക്കകത്തോ എവിടെയെങ്കിലുമൊക്കെ അമ്മ പാത്ത് വെക്കും. ഉപദേശമാർ നടന്നും ക്ഷീണിച്ചും ഒക്കെ വരുമ്പോൾ, അന്നൊക്കെ ഒരു വീടേ കാണുള്ളൂ ഏതെങ്കിലും ദേശത്ത്. അവിടെ വരുമ്പോൾ മുട്ട പുഴുങ്ങി കൊണ്ട് കൊടുക്കും ഉപദേശമാർ. ചിലർ മുട്ടയും കഴിക്കും, കട്ടനും മുട്ടയും. അത് കുടിച്ചാൽ ഇത് കഴിച്ചേച്ച് ചില പാസ്റ്റർമാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇങ്ങനെ ഇല്ല, കടല കുറയ്ക്കുമ്പോൾ അല്ല. പേരൊന്നും ഞാൻ പറയുന്നില്ല. പേര് പറയണോ? ഓ വേണ്ട. അല്ല, നമ്മുടെ ഇടയിലും ഉണ്ട്. ചിലർ കഴിക്കുന്നതിനെ പറ്റി ക്രെഡിറ്റില്ല പറയുന്നത്. എന്നാൽ ചിലർ കഴിക്കുന്നതിനെ പറ്റി പറഞ്ഞാൽ അയാൾ തീറ്റിപ്പണ്ടാരവാന്ന് പറയും. അയാളങ്ങ് തീറ്റിപ്പണ്ടാരവാ. മറ്റൊരു അപ്പച്ചൻ മനസ്സിലായി കാണും. അത്ര മതി. എന്തിനാ ഒത്തിരി വിവരിക്കുന്നേ? അപ്പൊ അന്നൊക്കെ ഇങ്ങനെ ഇതിന്റെ പരിപാടി. പക്ഷെ അങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്ത ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും ദോഷം വന്നിട്ടില്ല. അവരുടെ സന്തതിയെ ദൈവം ഉയർത്തിയിട്ടുണ്ട്. അപ്പൊ ആരംഭ സമയത്ത് വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ല. മാത്രമാണോ 10-ാം അധ്യായത്തിന്റെ 32 ഇതിനോട് ചേർത്ത് വായിച്ചോ. 10:32. എന്നാൽ നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭാവിച്ചു അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച അപ്പൊ ആരംഭകാലത്ത് വളരെ കഷ്ടം സഹിച്ച ഇവർ ഈ വേലയ്ക്ക് നിന്നത്. ആരംഭ സമയത്ത് ഇറങ്ങിയവരോടൊക്കെ ചോദിക്കണം എന്ത് ബുദ്ധിമുട്ടായിരുന്നെന്ന്. ഇപ്പം ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇപ്പം എന്തോ ബുദ്ധിമുട്ട്? എല്ലാ സാഹചര്യങ്ങളും ഒത്തുകിടന്നിട്ടും ചെല്ലു പറഞ്ഞ് വലിയ പോരാട്ടമാണ്. എന്തോ ഒരു പോരാട്ടവും ഇല്ല. പണ്ട് കാലത്താണെങ്കിൽ ഭയങ്കര പോരാട്ടമാണ്. കാരണം പെന്തിക്കോസ് വന്നു കഴിയുമ്പോൾ കമ്മലും മാല് ഊരും. ഇപ്പം അത് ഊരാതെ തന്നെയാണ് നടക്കുന്നത്. എന്തോ പോരാട്ടമാണ്. കണ്ടാലോട്ട് അറിയത്ത് പോലും. പണ്ട് കാലത്തൊക്കെ പെന്തിക്കോസിന് ആദ്യം വരുമ്പോൾ സഹോദരന്മാർ മീശയൊക്കെ വടിക്കും. മിക്കവരും കണ്ടാൽ പെട്ടെന്ന് അറിയാം. തലയാഴ്ച കൊമ്പം വെച്ചുകൊണ്ട് പോയത് അങ്കച്ചൻ പിറ്റേ ആഴ്ച ഊന്നുകൽ നിന്നപ്പം കൊമ്പം പോയി ഈ കരിക്കിൻ്റെ മോന്ത എത്തിയ പോലെ. അന്നേരം ചോദിക്കുക എന്നാ ഒരു വ്യത്യാസം. അപ്പൊ ചിലർ ആക്ഷേപിക്കും, ചിലർ നിന്ദിക്കും. കെട്ടുതാലിയൊക്കെ പൊട്ടിച്ച ആൾക്കാരുണ്ട്. അമ്മമാര് മിന്നി പറിച്ചു. ഇയോടി കെട്ടിയ മിന്നെ പറിച്ചു. ആരോട് ചോദിച്ചോണ്ടാണ് ഈ മിന്നി പറിച്ചത്? ഞങ്ങളുടെ ഒരു കൊച്ചമ്മ പറഞ്ഞു ദൈവത്തോട് ചോദിച്ചെന്ന്. അപ്പോൾ അച്ചായൻ പറഞ്ഞു ദൈവമാണെന്നോടി നിനക്ക് വലുത് ഞാനാണെന്ന് വന്നു. കൊച്ചമ്മ പറഞ്ഞു എനിക്ക് ദൈവമാ വലുത്. മുടിക്കുത്തിന് പിടിച്ച് കുനിച്ചാ ചീടിച്ച് എന്നാൽ ദൈവം നിന്നെ വിടിവിക്കട്ടെന്ന്. കൊച്ചമ്മ എന്നോട് പറഞ്ഞാൽ ഓരോ ഇടിക്കും ഞാൻ ഗ്ലോറി പറയുമെന്ന്. അവരാച്ചൻ 90 കിലോ ഉണ്ട്. ഇടിക്കുക കെട്ട് മിന്നി പറിച്ചെന്ന്. മിന്നും പറിച്ച് കൊച്ചമ്മയുടെ മട്ട് മാറി. അപ്പൊ കുനിച്ചങ്ങോട്ട് നിർത്തിയിട്ട് ഒറ്റ ഇടിക്കുമ്പോൾ പുള്ളിക്കാരി ഊറി. അപ്പൊ ഇയാളോർക്കുന്ന തെറി പറയുകയെന്ന്.
അന്നേരം പിന്നെ ഇടിക്കുക. അതിനെന്തിന് കൊച്ചമ്മ ഗ്ലോറി ഗ്ലോറി എന്നാ പറയുന്നത്, പക്ഷെ പുള്ളിക്ക് വേറെയാ തിരിയുന്നത്. നീ എന്നെ തെറി പറയാറായോ, പിന്നെ ഇടിക്കുക. അന്നേരം കൊച്ചമ്മ പിന്നെയും ഗ്ലോറി. ഇടടി എന്ന് പറഞ്ഞത് കൊച്ചമ്മ പറഞ്ഞ് ഛർദ്ദിച്ചത് ഞാൻ ഭക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞു. ഛർദ്ദിച്ചത് ഞാൻ ഇപ്പം ഛർദ്ദിച്ചതൊക്കെ ഭക്ഷിക്കുന്ന ഒത്തിരി പെന്തിക്കോസുകാരുണ്ട്. എന്തിനേറെ എൻ്റെ തോമസ് കുട്ടിച്ച വല്യപ്പനും വല്യമ്മയൊക്കെ ഛർദ്ദിച്ചത് കൊച്ചുമക്കൾ ഇപ്പം അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ പോയി ഭക്ഷിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായി കാണുമല്ലോ. ഞാൻ ഇനിയും വിവരിക്കണോ? വേണ്ട എന്തിനാ വിവരിക്കുന്നത്? വല്യപ്പന്മാര് ഛർദ്ദിച്ചിട്ടതല്ല, ഈയിടെ ഞാൻ കണ്ടു, എന്നെ ഒരാൾ ഫോട്ടോ കാണിച്ചത് ഇന്ന ആടെയാണ്. ഞാൻ ചോദിച്ചു, വല്യപ്പൻ ഇത് ഛർദ്ദിച്ചതാണല്ലോ. കൊച്ചുമക്കൾ ഇപ്പം അത് നക്കുക. കൊച്ചമ്മ പറഞ്ഞത് ഛർദ്ദിച്ചെന്ന് പറഞ്ഞു. കുണിച്ചു നിർത്തി ആ മുടിക്കുത്തിന് മുടിയൊക്കെ ഒത്തിരി ഉണ്ട്, മുടിക്ക് ഇങ്ങനെ വട്ടം പിടിച്ചാ ഇടിച്ചത്. നീ വെന്തിക്കോസി പോകുമെന്ന് കൊച്ചമ്മ പറഞ്ഞു. കണ്ണടയുന്നത് വരെ പോകുമെന്ന് പറഞ്ഞു. നീ താലി കെട്ടിയ ഞാൻ താലി കെട്ടിയതൊക്കെ സംബന്ധിച്ച് അംഗീകരിച്ചു, പക്ഷേ എനിക്ക് ദൈവത്തെ ഭയമാണ്. കൊച്ചമ്മ പറഞ്ഞു, നിങ്ങൾക്കുള്ളതെല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നില്ലേ വീട്ടിൽ, പക്ഷെ ഞാൻ ആരാധിക്കും ദൈവത്തെ. അയ്യോ എന്ന് വിടി. അവസാനം നടന്നത് ഇടിച്ച് അവറാച്ചൻ രക്ഷിക്കപ്പെട്ട് ഈ മാർഗത്തിൽ വന്നു. അതാ ഈ മാർഗത്തിൻ്റെ വിശേഷത. സ്തോത്രം. നീ അവരുടെ പക്ഷം ചേരുകയല്ല, അവർ നിന്റെ പക്ഷം ചേരുമെന്നാ പുസ്തകത്തിലെ വാക്യം. പിന്നെ ഞങ്ങളുടെ ഒരു ബന്ധുക്കാരൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു, വർത്താനം പറഞ്ഞു കൂട്ടത്തിൽ പറഞ്ഞു, ഈ പെന്തിക്കോസ് എന്ന് പറയുന്നത് അവൻ്റെ ഭാഷയമാണ്. പെന്തിക്കോസ് എന്ന് പറഞ്ഞാൽ ചിക്കൻ ബോക്സ് വരുമ്പോഴാണ്. അതിനാടാ വീട്ടിൽ ഒരാൾക്ക് വന്നാൽ മതി, അവൻ്റെ കുളി കഴിയുമ്പം അടുത്തയാൾക്ക്. പണ്ടൊക്കെ അങ്ങനെ 21 ദിവസമായി, 21 വേപ്പലയൊക്കെ ഇട്ട് അതിൻ്റെ പുറത്ത് കിടക്കും. ഭക്ഷണത്തിനൊക്കെ വ്യത്യാസമുണ്ട്. ചിക്കൻ ബോക്സ് വരുമ്പോഴേ ഇവൻ്റെ കുളി കഴിയുമ്പോൾ ഇവൻ്റെ അനിയന് അങ്ങനെയൊക്കെ വന്നത് ഉണ്ട്, ഇതിനകത്തുണ്ട്. അനിയൻ്റെ കുളി കഴിയുമ്പം പെങ്ങൾക്കും വന്ന്. ചുരുക്കി പറഞ്ഞാൽ ഈ വീട്ടുകാർക്കല്ല. അപ്പം ഈ വീട്ടിൽ ചിക്കൻ ബോക്സ് ആണെന്ന് കഴിയുമ്പോൾ അപ്പുറത്തെ വീട്ടുകാർ പറയും അങ്ങോട്ട് പോകരുത്. ചില പഴയ അമ്മമാർ പറഞ്ഞ് കടുക് താളിക്കരുത്, കടുക് വരുമെന്ന്. അപ്പം അവൻ പറയും അങ്ങനെ ഇത് ഒരുത്തന് വന്നാൽ മതി. ഞാൻ പറഞ്ഞോടാ, ഇത് ചിക്കൻ ബോക്സ് വരുന്നതല്ല. പിതാവ് ആകർഷിച്ചവരെല്ലാം ഈ നിലയിൽ വരും. ഇതാരെയും നിർബന്ധിച്ചോ സമ്മർദ്ദം ചെലുത്തിയോ ഒന്നും. ഞാൻ എപ്പോഴും പറയും, ആരെയും നിർബന്ധിക്കരുത്, സമ്മർദ്ദവും ചെലുത്തരുത്. സ്തോത്രം. വാ ഒന്ന് കോഴിയെ വിളിക്കുമ്പോൾ ഒന്നും വിളിക്കേണ്ട കാര്യമില്ല. ചില ഉപദേശം പറയും, ഇനി ആരുണ്ട്, ആരുമില്ല, വേണ്ട. ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. ദൈവത്തിന് മകത്ത്. പക്ഷെ ഇതാ സത്യം, ഇതാണ് ഇതിൻ്റെ പരമാർത്ഥം. ഇഷ്ടമുണ്ടേ അംഗീകരിച്ചാൽ മതി. ദൈവത്തിന് മഹത്വം. പറയുക എന്നുള്ളത് നമ്മളെ ഏൽപ്പിച്ച കടമയാണ്. അത് തീർത്ത് പറയണം, കർക്കശമായി പറയണം, ഉറപ്പിച്ചും തറപ്പിച്ചും പറയണം. അതിനാരെയും ഭയപ്പെടുകയൊന്നും വേണ്ട. ദൈവത്തിന് മഹത്വം. എന്നോട് ഞങ്ങൾ എല്ലാം ഒന്നും വിവരിക്കുന്നില്ല. ഒരു സ്ഥലത്ത് ചെന്നപ്പം ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട വീടാണ്. ഇതിനിപ്പം പുള്ളി ഇച്ചിരി ഈ ഒരു ഇച്ചിരി ആൾക്കാരെ ഈ താഴ്ത്തിക്കെട്ടി വർത്താനം പറയാൻ വലിയ മിടുക്കനാണ്. അപ്പം ഞങ്ങൾ ഒരു കല്യാണ വീടാണ്, നമ്മുടെ ബന്ധുക്കാരാണ്. കല്യാണ വീട് ചെന്നപ്പം എല്ലാവരും ഇരിക്കുമ്പം രാത്രിയിലാണ്. ഞാനും ചെന്നു. അപ്പം ഈ വേഷത്തിലൊക്കെയാണ് ചെന്നപ്പം വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പം പുള്ളി പറഞ്ഞ കൂട്ടത്തിൽ പുള്ളിക്കാരെ പറയേണ്ട കാര്യമൊന്നുമില്ല. പുള്ളി പറഞ്ഞു, ബെന്തിക്കോസ് പെന്തക്കോസ് എന്ന് പോലും പറയാൻ അയാൾക്ക് തിരിയുന്നില്ല. ബെന്തിക്കോസിലല്ലേ? ഞാൻ പറഞ്ഞ ഇഷ്ടംപോലെ കാശുണ്ടല്ലോ, എന്നോട് ഉണ്ടല്ലോ എന്ന്. ഞാൻ പറഞ്ഞു എന്തോ ഉണ്ട് പ്രായം. പുള്ളി ചോദിച്ചാൽ എന്നാ? അപ്പം എനിക്ക് മനസ്സിലായി പുള്ളി പ്രായം പറയത്തില്ല. ഞാൻ പുള്ളിക്കാരോട് ചോദിച്ചു എന്തോ ഉണ്ട് പ്രായം. ചായന് 72 വയസ്സോളം ഉണ്ടടാ. അന്ന് ഞാൻ പറഞ്ഞു എനിക്കിപ്പം 30 കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ ഈ ചെറുപ്പത്തിൽ ഈ മാർഗത്തിൽ വന്നു 14 കഴിഞ്ഞപ്പം. ഇങ്ങേർക്ക് നേരത്തെ വരാൻ മേലായിരുന്നു. ഇയാളന്നേരം കുടിച്ചും പെടുത്തും ബോധമില്ലാതെ, ബാക്കി ഞാൻ പറഞ്ഞില്ല. പൊതുവിൽ ചില കേസ് എനിക്കറിയാം. ഇതിലെല്ലാം നടന്നേച്ച് മര്യാദയ്ക്ക് ജീവിക്കുന്നതിൻ്റെ നെഞ്ചത്തോട്ട്. ഇതാർക്കും ഈ മാർഗത്തിൽ വരാം. ഇതാരുടെയും കുത്തകയല്ല.
ആരെ സമ്മർദ്ദം ചെലുത്തണ്ട, നിർബന്ധിക്കണ്ട, സത്യം സത്യമായി വിളിച്ചു പറയുക. അവൻ രക്ഷിക്കപ്പെട്ടാൽ അവനവന് നന്ന്. ഒരു കാര്യം പറയാ, രക്ഷിക്കപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, ഒറ്റ വാതിൽ, നസറയനാകുന്ന യേശു ക്രിസ്തു. മറ്റൊരുത്തനും രക്ഷയില്ല. യേശു ക്രിസ്തു ഏക രക്ഷകൻ. അപ്പോൾ ഈ എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ആമൻ ഏറെ നല്ലത്. ഇതിലെ പ്രതിപാദ്യ പുരുഷൻ എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. ഓരോ അധ്യായത്തിലും തെളിയിക്കുക. നമ്മൾ 10-ാം അധ്യായത്തിന്റെ 37 വായിച്ചത്. ആരംഭകാലത്ത് തീഷ്ണതയോടെ നിന്നവരാ, ഇടക്കാലത്ത് ഇവർ പിന്മാറിപ്പോയി, ക്ഷീണിച്ചു, മടുത്തു. അങ്ങനെ പിന്മാറിയപ്പോൾ ഇവർക്കൊരു ചിന്ത, ഇറങ്ങിത്തിരിച്ചത് ഇങ്ങോട്ട് വന്നത് അബദ്ധമായോ, ഇത് മണ്ടത്തരമാണോ എന്നൊരു ചിന്ത. അതുകൊണ്ട് പഴയ സ്ഥലത്തേക്ക് പോകാം എന്നുള്ള ചിന്തയുണ്ടായി ചിലർ പോയി. അങ്ങനെ ചിലർ പോവുകയും ചിന്തിക്കുകയും ചെയ്തപ്പോൾ അവരെ ഉറപ്പിക്കാൻ, വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ എഴുതിയ ലേഖനമായി എബ്രായ ലേഖനം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിട്ടുപോകുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് വന്നു കയറിയ ഈ സ്ഥലം. നിങ്ങൾ ഉപേക്ഷിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട സ്ഥലത്താണ് വന്നു കയറിയിരിക്കുന്നത്. ആ പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യത്തിൻ്റെ മാമൂലുകളും യഹൂദൻ്റെ ആചാര നടപടിക്രമങ്ങളൊക്കെ വിട്ടേച്ച് ഈ മാർഗത്തിൽ വന്നതല്ലേ. നിരാശപ്പെട്ടു പോകരുത്. വിട്ടതിനേക്കാൾ ശ്രേഷ്ഠമാണ് വന്നു കയറിയ സ്ഥലം. ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയാം, പെന്തിക്കോസ് വന്നിട്ട് 10-35 കൊല്ലമേ ആയുള്ളൂ. പക്ഷെ ഇന്ന് വരെ തോന്നിയില്ല വന്നത് അബദ്ധമായെന്ന്. ഇന്ന് വരെ തോന്നിയിട്ടില്ല അവൻ വന്നത് മണ്ടത്തരമായെന്ന്. ഇന്ന് വരെ തോന്നിയിട്ടില്ല അവൻ ഈ മാർഗത്തിൽ വന്നത് ഭോഷത്വമായെന്ന്. ഇപ്പോൾ സങ്കടം എന്നാണെന്നറിയാമോ? നേരത്തെ വരാൻ ഒക്കാഞ്ഞതില്ല. സൺഡേ സ്കൂൾ വന്ന് പഠിക്കാൻ ഒത്തില്ല. ചെറുപ്രായത്തിൽ ഈ മാർഗത്തിൽ വരുവാൻ ഒത്തില്ല. അതാ ഇപ്പോഴത്തെ വലിയ സങ്കടം. ഈ മാർഗത്തിൽ വന്നത് ഇന്ന് വരെ അബദ്ധമാണെന്ന് തോന്നിട്ടില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, വിട്ടുപോകുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് വന്നു കയറിയിരിക്കുന്ന സ്ഥലം. അതുകൊണ്ട് ഇന്ന് രാത്രി ആരും നിരാശപ്പെട്ടു പോകരുത്. ഏറ്റവും ശ്രേഷ്ഠമേറിയ സ്ഥലത്താണ് ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. ഓടിച്ചു മുമ്പോട്ട് പോകാം. എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. ഇവരിതെല്ലാം വിട്ടേച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം ഈ മാർഗത്ത് വരുമ്പം വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഈ മാർഗത്ത് ചിലർ ഇതിനകത്ത് വല്ലതും കിട്ടുമെന്നും പറഞ്ഞാ വരുന്നേ. അങ്ങനെ വരുന്നവരുണ്ട്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം തല ചായ്ക്കാൻ ഇടമില്ല. യേശുവിനെ കരം കൊടുക്കാൻ കാശില്ല, യാത്ര ചെയ്യാൻ വാഹനമില്ല, യോഗം നടത്താൻ സ്ഥലമില്ല. അപ്പൊ ചിലർക്കൊരു ചിന്ത, വന്നത് അബദ്ധമായോ, വിട്ടത് ഉപേക്ഷിച്ചത് അബദ്ധമായോ. ആ ചിന്ത അകത്ത് കയറിയപ്പോഴാണ് പറഞ്ഞത് വിട്ടതിനേക്കാൾ ശ്രേഷ്ഠമേറിയ സ്ഥലത്താണ് വന്നു കയറിയത്. അങ്ങനെ ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തു ശ്രേഷ്ഠനെന്നെണ്ണി. ഇതുപോലെ ശ്രേഷ്ഠനാകുന്ന, ഉന്നതനാകുന്ന, മഹിമയുള്ള, മഹത്വമുള്ള വേറൊരുത്തനില്ല. എല്ലാവരും ശ്രേഷ്ഠൻ യേശുവാ. നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ വലിയവൻ, മോശയിലും വലിയവൻ, ശലോമോനിലും വലിയവൻ, ദൈവാലയത്തെക്കാൾ വലിയവൻ നസറയനാകുന്ന യേശു. എനിക്ക് നിങ്ങൾക്ക് വല്ല അപാകതകൾ ഒത്തിരി ഉണ്ട് ഇല്ലേ? വിളിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ സമ്മതിക്കുകയല്ല, എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ ഇരിപ്പൊക്കെ കണ്ട, എൻ്റെ നിങ്ങളുടെയൊക്കെ ഭാവവും ഇരിപ്പം കണ്ട ഒരു കുഴപ്പവുമില്ല. മുഴുവൻ കുഴപ്പക്കാരാ. അതെ, എല്ലാം പ്രശ്നക്കാരാ. ഒന്നല്ലെങ്കിൽ മറ്റൊരു കുഴപ്പം എല്ലാവർക്കും ഉണ്ട്. എന്നെ പറ്റിയാന്ന് ഒത്തിരി കുഴപ്പമാറ തന്നെ ഒത്തിരി ഉണ്ട്. ഞാൻ എന്നെ പറ്റി ആയതുകൊണ്ട് പറഞ്ഞോളാം. ഇന്നാളൊരാൾ പറഞ്ഞു അയാൾക്ക് വിവരമൊന്നുമില്ലെന്ന്. സത്യമാണ്, വിവരമില്ലാഞ്ഞത് കൊണ്ടാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്ത്. വേറൊരാൾ പറഞ്ഞു അയാൾ കുടുംബത്തിൽ പിറന്നവനല്ലെന്ന്. അതും സത്യമാണ്. ആശുപത്രിയിലാണ് പ്രസവിച്ച്. സത്യമാണ്. വേറൊരാൾ പറഞ്ഞു, അത് പുള്ളി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ എല്ലായിടത്തും പറയാനെന്നാ. അയാൾ പറഞ്ഞു അവന് കള്ളുഷാപ്പിൻ്റെ സ്റ്റാൻഡേർഡുള്ള പുള്ളി പറഞ്ഞ ഭാഷയാണ്, അവൻ്റെ തന്തയ്ക്ക് കള്ളുഷാപ്പിൽ ജോലിയാണ്. ഞാൻ പറഞ്ഞ സത്യമാണ്. എൻ്റെ അപ്പൻ പുള്ളി പറഞ്ഞ ഭാഷ, എൻ്റെ തന്ത കള്ളുഷാപ്പിൽ ഒരു ചെറിയ ജോലിയായിരുന്നു. CIT യൂണിയനിൽ പെട്ട ആളാണ്, തൊഴിലാളി, ചെത്തു തൊഴിലാളി യൂണിയനിൽ പെട്ട ആളാണ്. ഒരു ചെറിയ ജോലി. ആ ചെറിയ ജോലി കൊണ്ട് ഞങ്ങളെ 4 മക്കളെ അങ്ങേര് വളർത്തി. സന്തോഷത്തോടെ പറയാം, ആരുടെ മുമ്പിൽ കൈ നീട്ടാൻ ഇടയാക്കിയില്ല. അത് ദൈവം ചെയ്തതാ. നീ വലിയ കുടുംബത്തിൽ പിറന്നതാന്ന് പറഞ്ഞിട്ടും സ്കൂൾ തുറക്കുമ്പോൾ ചോദിക്കാം, ബുക്ക് മേടിച്ച് തരുമോ, ബാഗ് തരുമോ, ഈ പ്രാവശ്യം കൊടുക്കുന്നുണ്ടോ? കള്ള് ഷാപ്പിൽ ജോലിയാണെങ്കിലും ആ മനുഷ്യനെ ആരുടെയും മുമ്പിൽ ഒരു പെൻസിൽ പോലും മേടിക്കാൻ
അന്നത്തെ കാലത്ത് വിട്ടില്ല, ഒത്തിരി ഒന്നും പഠിച്ചില്ല, അത് നന്നായി. എന്നോടുള്ള ബന്ധത്തിൽ ഒരു ചെറിയ ജോലിയാണ്, പക്ഷേ കഷ്ടപ്പെട്ട എൻ്റെ അമ്മ എന്ത് കഷ്ടപ്പെട്ടെന്നറിയാമോ? എൻ്റെ തന്തയും തള്ളയും രണ്ടുപേരും ഒത്തിരി. നിങ്ങളുടെയൊക്കെ അപ്പനും അമ്മയൊക്കെ അങ്ങനെ. പിന്നെ ഇപ്പം മൈക്ക് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ പറയണ്ടായോ? പണ്ടൊരാൾ പറഞ്ഞ് എല്ലാവർക്കും ഒരേ ഫുട്ബോൾ മേടിച്ച് കൊടുക്കാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും മൈക്ക് തരാൻ പറ്റുമോ? ഇപ്പം എൻ്റെ കയ്യിലിരിക്കട്ടെ. ഞാനൊരിക്കൽ അമേരിക്കയിൽ ചെന്നപ്പോൾ ഈ കാര്യം പറഞ്ഞു, സാക്ഷ്യം, അപ്പൻ്റെ സാക്ഷ്യം. അപ്പം നമ്മുടെ ഒരുത്തനെ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് അധിക നാളായില്ല, അവനോടെ ചെന്നപ്പം ക്ലിൻ്റനേക്കാളും വലിയ പവറാണ്. ക്ലിൻ്റൺ പിന്നെ ഇച്ചിരാ ഇവന് ഒന്നും അറിയാൻ പറ്റില്ല. അവനിപ്പോൾ പറഞ്ഞേ കേരളം കൊള്ളുകയല്ലെന്ന്. ഇവനൊരു ചപ്പൽ പോലും ഇല്ലാതെ ലാക്ക് ലൂക്കാച്ചാന്ന് പറഞ്ഞ് ഇതിലേ നടന്നാക്കോ എന്ന് പറയുന്നില്ല ഞാൻ. അവൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം കേരളം അല്ല, കേരളം കൊള്ളുകയല്ലെന്ന് പറഞ്ഞ ബിരുദന്മാരെല്ലാം ആ കോവിഡിൻ്റെ സമയത്ത് ഇങ്ങോട്ട് തള്ളിയായിരുന്നല്ലോ. വന്നില്ലേ? ഒന്നും വായിച്ചൊന്നുമില്ല. കേരളം കൊള്ളുകയല്ലെന്ന് പറഞ്ഞ മിക്ക ബിരുദന്മാരും കോവിഡിൻ്റെ ആരംഭ സമയത്തെ. നിങ്ങളൊന്നും വായിക്കുന്നൊന്നുമില്ലേ? നടന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞടാ പൊട്ട, ഈ കേരളത്തെ പോലെ ഇത്ര മനോഹരമായ രാജ്യം എവിടെ ഇരിക്കുന്നു? ഈ ഇന്ത്യ രാജ്യം എന്ത് നല്ല രാജ്യമാണ്. നാനാജാതി മനസ്സര് ചില ദോഷൈക ദൃക്കുകളൊക്കെ ഉണ്ട്. മതത്തിൻ്റെയും വർഗത്തിൻ്റെയും മരണത്തിൻ്റെയൊക്കെ പേര് പിന്നെ അടിയുണ്ടാക്കുക എന്ന് ഞാൻ പറയുന്നില്ല. ഇവനൊക്കെ നല്ല ബുദ്ധി ഉണ്ടാകാൻ പ്രാർത്ഥിര്, നല്ല ബുദ്ധി ഉണ്ടാകട്ടെ. മതത്തിൻ്റെ പേര് പറഞ്ഞും സമൂഹത്തിൻ്റെ പേര് പറഞ്ഞും ജാതിയുടെ പേര് പറഞ്ഞു വഴക്കുണ്ടാക്കുന്ന ഇവനെല്ലാം നല്ല ബുദ്ധി ഉണ്ടാകട്ടെ. പക്ഷെ ഈ രാജ്യം വളരെ നല്ല രാജ്യമാണ്. ഏതെല്ലാം ഇനത്തിൽപ്പെട്ടവരാ ജീവിക്കുന്നത്. നല്ല മതസൗഹാർദ്ദമുള്ള, വിശേഷിച്ച് നമ്മുടെ ഈ കൊച്ചു കേരളം എന്ത് നല്ല സുന്ദരമാണ്. ഇപ്പൊ ചിലർക്ക് അമേരിക്കയിലും പേർഷ്യയിലും കാനഡയിലും യുകയിലും ഒക്കെ പോയി പൊക്കോ, നമ്മൾ ഇടയ്ക്ക് കാണാൻ പോകുന്നുണ്ടല്ലോ, പോകും, എല്ലാവരും പോകും. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇത് കൊള്ളുകയല്ല. ചെല്ലു പറയാം ഇവിടുത്തെ റോഡ്, ഓ ഇവനെ ഒരു സൈക്കിൾ പോലും പണ്ട് ഇല്ലായിരുന്നു. അവനെ പിന്നെ ആകെ ഉള്ളത് ആരുടെ ആയാലും സൈക്കിളിൻ്റെ ടയർ കിടക്കുമ്പോൾ അത് ഊരി എടുത്തേച്ച് അവനെ കമ്പടിച്ച് ഇങ്ങനെ അടിച്ച് നടന്നവനാ ഊന്നുകല്ലിൽ കൂടെ. അവനിപ്പോൾ ഇച്ചിരി പുത്തം കിട്ടിയതിൻ്റെ നീളമാണ്. പണ്ട് നമ്മുടെ വീട്ടുകാരും മറന്നു പോയല്ലോ, കോട്ടയ്ക്കകത്ത് കൊച്ചമ്മ പറഞ്ഞ പോലെ. അത് ഞാൻ പറയുന്നില്ല, ഒന്നും അറിയാം കൊള്ളുകയല്ലെന്നാ പറയുന്നത്. എടാ ഇതുപോലെ നല്ല രാജ്യം എവിടെ ഇരിക്കുന്നു? ഞാൻ ദൈവകൃപ കൊണ്ട് ചില രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ ഈ രാജ്യം പോലെ ഈ സ്ഥലം പോലെ വേറെ നല്ല സ്ഥലമൊന്നുമില്ല. മറ്റു സ്ഥലം മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മുടെ ഈ നാട് ആണെന്ന് നീ അങ്ങോട്ട് ചെല്ല്. നമ്മൾ പറയില്ല യോ എല്ലാം തങ്കമ്മാമേനെ ദൈവം അനുഗ്രഹിച്ച് കേട്ടോ. യോ അമ്മാമ്മ കാനഡയില, കാനഡ തള്ള എന്ന് തണുപ്പത്ത് കിടന്ന് കൈ സോക്സ് കയറ്റി കാലേ കൂടെ വലിച്ചു കയറ്റി മൊത്തം ഇട്ട് പിന്നെ ഇതും ചൂറ്റി മൊത്തം ചൂറ്റി മൂക്കിനകത്ത് വെക്കുന്നില്ലെന്നേ ഉള്ളൂ. തങ്ക എവിടെ കിടന്ന് കുഴയുക? നീ അന്നേരം ഇവിടെ ഇരുന്നല്ല അന്തസ്സായിട്ടിരിക്കുക. നീ തങ്കയാണോ നല്ലത്? നീയാണോ പറ? തങ്ക അവിടെ ചെന്ന് ഇങ്ങോട്ട് വരാനും ഒക്കുന്നില്ല. കൊച്ചുങ്ങൾ ഇനി ടിക്കറ്റ് എടുത്ത് കൊടുത്തെങ്കിൽ നമ്മളൊക്കെ തങ്കമ്മാമ വരും, വരണമെന്നുണ്ട് മോനെ ഇന്നലെ നോക്കി കൂടുതലാ. ഞാൻ അമേരിക്ക ചെന്നപ്പോൾ ഒരു തള്ള എന്നോട് പറഞ്ഞതാ. ഞാൻ ചോദിച്ചു എന്തോ, പേരൊന്നും പറയുന്നില്ല, എന്തോ ഉണ്ട് വിശേഷം. നേഴ്സിംഗ് ഹോം അറിയാമല്ലോ. അപ്പം ഞാൻ ചെന്നെന്ന് കണ്ട് ഇനി ഞാൻ പറഞ്ഞു എനിക്ക് കൊച്ചമ്മേനെ ഒന്ന് കാണണം. നമുക്കങ്ങനെ പോകാനൊക്കത്തില്ല, കാണിക്കാം ഇല്ലേ. ഈ എന്തുവാ എന്ന് പറഞ്ഞേ, വീൽ ചെയറെ കൊണ്ടുവന്നു. അപ്പം ഞാൻ പഴയ ഒരു അമ്മയാണ്. ഞാൻ ചെന്ന് കൊച്ചമ്മയുടെ ഒക്കെ ചെന്നു കൈയുമൊക്കെ കൊടുത്ത്. അന്ന് എനിക്ക് വന്ന് 89 വയസ്സുണ്ട്. ഞാൻ ചോദിച്ചു മക്കളെല്ലാം അവിടെ. ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് വിശേഷം, എന്തുകൊണ്ട്? പിന്നെ എന്നോട് പതുക്കെ കൈ കാണിച്ച് എന്നോട് പറയുക, എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, നാട്ടിൽ പോണേ, എന്നെ കൊണ്ടുപോകാവോ എന്ന്. ഞാൻ പറഞ്ഞു തള്ളേ, ഞാനിവിടെ തന്നെ വന്നത് തന്നെ വേറൊരുത്തൻ്റെ എനിക്കാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ഇല്ല, ഞാനും വീൽ ചെയറില്ല. അതിനിടയിൽ തള്ളേനെയും കൂടെ വെച്ചോണ്ട് തോമസ് കുട്ടി ഞാൻ പോകുന്നതെല്ലാം വീൽ ചെയറില്ല ആണ്. അതിൻ്റെ കാര്യം എന്നാണെന്നറിയാമല്ലോ.
2-3 കാര്യമാണ്. ഒന്ന്, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാലിന് നീരുണ്ട്, നടക്കാൻ ബുദ്ധിമുട്ട്. അതിലൊക്കെ ഉപരി അന്നേരം തള്ള പറയാം എന്നെയും കൂടെ കൊണ്ടുപോകാൻ. അപ്പം ഞാൻ കുറച്ചുകൂടെ സംസാരിച്ചപ്പം അമ്മ പറയുക, എൻ്റെ പൊന്ന് ദൈവദാസ, ഞാനിവിടെ വന്ന് പെട്ടുപോയെന്ന്. വെളിയിലിറങ്ങാൻ പറ്റുമോ, ആരെങ്കിലും മിണ്ടാൻ പറ്റുമോ, എങ്ങോട്ടെങ്കിലും നടന്നു കയറാൻ പറ്റുമോ, ഒന്നും ഒക്കത്തില്ല. എൻ്റെ നാട്ടിലായിരുന്നെങ്കിൽ എനിക്ക് അപ്പുറത്തെ വീട്ടിൽ ചെല്ലാം, അല്ലെ ഒരാളെ വിളിക്കാം, വർത്താനം പറയാം. ഇവിടെ ഏത് അവനോട് പറയാനാ? എല്ലാം ചാച്ചി ഷൂസ് പറഞ്ഞ അല്ലെ അവിടെ കിടന്ന് കുഴയുക. പോണോ കാനഡേ? പോണേ. ഇപ്പം ഇല്ലാണ്ട് ഒരുത്തൻ പറഞ്ഞു ഇപ്പം വിസ അടിക്കുക എന്ന് പറഞ്ഞ പോലെ ഇപ്പം വിടുക. അവൻ്റെ വരക്കാത്തിരിക്കല്ലേ വിസ. നമ്മുടെ ഈ നാട് വളരെ നല്ല നാടാ. ഉള്ളൂരാന്ന് തോന്നുന്നു എഴുതിയത്, തെറ്റുകാരനെ ക്ഷമിക്കണം. ഈ നാടിനെ പറ്റി പാരം കരിമ്പു പനസം മുളകേലമിഞ്ചി കേരം കവുങ്ങ് തളർവെറ്റിലയേത്ത വാഴ ഈ രമ്യ വസ്തുതകൾ മറന്നുപോയല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഇവിടെ? പാരം കരിമ്പു പനസം മുളകേലമിഞ്ചി കേരങ്കവങ്ങ് തളർവെറ്റിലയേത്ത വാഴ ഈ രമ്യ വസ്തുതകൾ നൽകും ഇളങ്ങുമി പാരാഗ്ര കൽപ്പതരുമണ്ഡിത നന്ദനാഭം ബിന്ധ്യം ശമിക്കരിശമെന്നറിവാർന്നൊടുക്കും. ഈ കേരളം എത്ര നല്ലതാ. അപ്പൊ ചിലർക്ക് 10 പുത്തനുമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഇത് കൊള്ളുകയല്ലെന്നാ പറഞ്ഞത്. നല്ല സ്ഥലമായത്. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ അപ്പനെ പറ്റി പറഞ്ഞു. കല്ല് ജോലിയാ, ഞങ്ങൾ സാധുക്കളായിരുന്നു, ഒരു ഗതിയും ഗത്യന്തരവും ഇല്ലായിരുന്നു. യേശു എന്നെ രക്ഷിച്ചു. ഇക്കെല്ലാം പറഞ്ഞപ്പോൾ അവൻ എന്നോട് പറയുക, ഇതൊന്നും പറയരുതെന്ന്. ഞാൻ ചോദിച്ചു ഏത്? കല്ല് കാര്യം, അപ്പനെ പറ്റി. ഞാൻ പറഞ്ഞടാ, എൻ്റെ തന്തയെപ്പറ്റി ഞാൻ പറയാതെ നീ പറയുമോ? ഞാനല്ലേ പറയണ്ടേ? ഞാനൊരു കാര്യം പറയാം, നീ എവിടെ ചെന്നാലും നിന്റെ മൂടും ചോടും മറക്കരുത്. ചിലക്ക് 10 പുത്തനും ഇച്ചിരി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവൻ അങ്ങ്. ഒരാൾ എന്നോട് പറഞ്ഞു, എൻ്റെ ആ പേര് പറയരുത്, അത് വേറൊരു പേരാ, അത് ദോഷമുള്ള പേരല്ല. ഇപ്പം പേര് മാറ്റിയപ്പോൾ അത് പറഞ്ഞാൽ മതിയെന്ന്. മറ്റേ പേര് പറഞ്ഞാൽ ഞാൻ നേരത്തെ എവിടെ ആയിരുന്നു എല്ലാവരും. മൂടും ചോടും മറക്കരുത്. ആ അവസ്ഥയിൽ നിന്ന് ആ ദൈവം നിന്നെ രക്ഷിച്ചത് എന്തിനാന്ന്? ഇത് പറയുമ്പോൾ തന്നെ ഒരു സാക്ഷ്യമല്ലേ. യേശു നിന്നെ രക്ഷിച്ചു, യേശു നിന്നെ വിടുവിച്ചു. ഇന്ന് രാത്രി നിന്നെ വിടുവിക്കുവാൻ ദൈവം വിശ്വസ്തനാ. എല്ലാവരിലും സേട്ടനാകുന്ന നസറയനാകുന്ന യേശു ക്രിസ്തു ഓരോ അധ്യായത്തിലും ക്രിസ്തുവിന്റെ മഹത്വം. ഇതുപോലെ സേട്ടൻ, ഉന്നതൻ, മഹിമയുള്ളവൻ വേറെ ഇല്ല. 10-ാം അധ്യായത്തിന്റെ ഒടുവിൽ പറയുക, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. പെട്ടെന്ന് അങ്ങ് നിർത്താം, യേശു വീണ്ടും വരും. 9-ാം അധ്യായത്തിന്റെ 22-28 രണ്ടാമതും പ്രത്യക്ഷനാകുമെന്നല്ലയോ തോമസ് കുട്ടിച്ച? 9:28 അറിവുള്ള വാക്യമാ, എങ്കിലും ഒന്ന് വായിച്ചു. 9:28 ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഒന്ന് പ്രത്യക്ഷപ്പെട്ടു. ആദ്യത്തെ പ്രത്യക്ഷത എന്തിനാണെന്നറിയാമോ? എപ്പോഴാണെന്നറിയാമോ? നിങ്ങൾക്കറിയാം, കന്യകാസൂനുവായി ഈ ഭൂമിയിൽ അവതരിച്ചു യേശു. അതാണ് ആദ്യത്തെ പ്രത്യക്ഷത. എന്തിന്? മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ. കർമ്മമാർഗം കൊണ്ടോ, പുണ്യപ്രവൃത്തി കൊണ്ടോ, ദാനധർമ്മം കൊണ്ടോ, നേർച്ച കാഴ്ച കൊണ്ടോ, ആചാരം കൊണ്ടോ, അനുഷ്ഠാനം കൊണ്ടോ, പാരമ്പര്യം കൊണ്ടോ, മാമൂല് കൊണ്ടൊന്നും പാപം പരിഹരിക്കത്തില്ല. പാപം പരിഹരിക്കുന്നത് യേശുവിന്റെ പരിശുദ്ധ രക്തത്താലാ. വിലയേറിയ രക്തം, നിർമ്മല രക്തം, ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പരിശുദ്ധ രക്തം, ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പരിശുദ്ധ രക്തം. ആ രക്തത്താൽ പാപപരിഹാരമുണ്ട്. 5 പൈസ കൊടുക്കണ്ട. മതങ്ങളെല്ലാം പഠിപ്പിക്കുന്ന കൊണ്ടുപോവാ. യേശു പഠിപ്പിക്കുന്ന ഒന്നും കൊണ്ടുവരണ്ട, നിന്നെ അങ്ങ് ഏൽപ്പിച്ചാൽ മതി. നീ പൈസയും കൊടുക്കണ്ട, ഭൗതിക വസ്തുക്കളും കൊടുക്കണ്ട, വസ്തുവും കൊടുക്കണ്ട, തോത്രകാഴ്ചയും കൊടുക്കണ്ട, തുണിയും കൊടുക്കണ്ട, അരിയും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട, നിന്നെ അങ്ങ് കൊടുത്താൽ മതി. ഇത്രയും പറഞ്ഞാൽ മതി. ഇരിക്കുന്ന കിടത്തിരുന്ന്, എൻ്റെ ദൈവമേ എൻ്റെ കയ്യിലൊന്നുമില്ല, പക്ഷെ ഇന്ന് രാത്രി എന്നെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുക. ആര് പ്രാർത്ഥിക്കും? നിന്നെ യേശു രക്ഷിക്കും. യേശു നിന്നെ രക്ഷിക്കും.
അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആദ്യത്തെ പ്രത്യക്ഷത എന്തിനാണെന്നറിയാമോ? മനുഷ്യവർഗത്തിന്റെ പാപം പരിഹരിക്കാൻ. ആ 9-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം ചേർത്തൊന്ന് വായിച്ചോ. 9:26 തോമസ് കുട്ടിച്ചായ. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. അടുത്തത്, എന്നാൽ അവൻ അവിടുന്ന് ലോകാവസാനത്തെങ്കിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. 9-ാം അധ്യായത്തിന്റെ 26-ൽ ഒരിക്കൽ പ്രത്യക്ഷനായി. എന്തിന്? പാപപരിഹാരം വരുത്താൻ. വരുത്തിയച്ച് അവിടുന്ന് സ്വർഗത്തിലേക്ക് പോയി. ആ സ്വർഗത്തിൽ പോയ യേശു വീണ്ടും തിരിച്ചു വരും. ആ വരുന്നതിനെ പറ്റിയാ 10:37 പറഞ്ഞത്. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ള ഏകവചനമാ. വരുവാനുള്ളവരെന്നല്ല, വരുവാനുള്ളവൻ. അതാരാ? നസറയനാകുന്ന യേശു ക്രിസ്തു. ഞാൻ വേഗത്തിൽ നിർത്താം. യേശു വീണ്ടും വരും. എന്തിനാണെന്നറിയാമോ? തിരുസഭയെ ചേർക്കാൻ. എന്തിനാ? തന്നോടുകൂടെ ഇരുത്താൻ. എന്തിനാ? നമുക്ക് രൂപാന്തരം വരുത്താൻ. എന്തിനാ? നമുക്ക് അവകാശങ്ങൾ തരുവാൻ. എന്തിനാ? നമുക്ക് പ്രതിഫലം തരുവാൻ. ഇനി ആത്മീക ഭാഷയിലൊക്കെ ദൈവമക്കൾക്ക് പെട്ടെന്ന് പിടികിട്ടും. ആമേൻ. നമ്മെ വേളി കഴിപ്പാൻ. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. യേശു വീണ്ടും വരും. തെളിവെന്നാ? അത് പറഞ്ഞ് നിർത്താം. തെളിവ് എന്തുവാ? തെളിവ് യേശു വീണ്ടും വരും. എന്തുവാ തെളിവ്? ഇപ്പം നിങ്ങൾ പറയാം എന്തെല്ലാം തെളിവുണ്ട്, അതെല്ലാം പറയാൻ സമയമുണ്ടോ? പാസ്റ്റർ അത് പറയാൻ നിൽക്കുകയാണോ? അല്ല. ഏറ്റവും വലിയ തെളിവ് ഞാൻ ഒറ്റ വാക്കി പറയാം. യേശു വീണ്ടും വരുമെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് യേശു പറഞ്ഞേച്ചാ പോയത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കണം. ഹൃദയം കലങ്ങരുതെന്ന് പറയാൻ കാര്യം, 1, നമുക്കൊരു ദൈവമുണ്ട്. 2, നമുക്കൊരു സ്ഥലം ഒരുക്കുന്നുണ്ട്. 3, അവിടുന്ന് സ്ഥലം ഒരുക്കാൻ പോയിരിക്കുക. 4, തിരിച്ചു വരും. 5, തൻ്റെ അടുക്കൽ ഇരുത്തും. ഇതാണ് നമ്മുടെ പ്രത്യാശ. ആരോട് പറയാനാ? അപ്പൊ യേശു വീണ്ടും വരും. തെളിവ് യേശു പറഞ്ഞേച്ചാ പോയത്. അതിനാ അവിടുന്ന് പോഷ്ക്ക് പറയത്തില്ല. പോഷ്ക്ക് പറയാൻ മനുഷ്യനല്ല, അനുദപിപ്പാൻ മനുഷ്യപുത്രനുമല്ല. അവിടുത്തെ വാക്ക് ഊവൊന്നും ഇല്ലെന്നുമാ. യേശു വീണ്ടും വരും. തെളിവ് 2, അവിടുത്തെ ആദ്യത്തെ ജനനത്തിങ്കിൽ 6-ാം മാസത്തിൽ ഗബ്രിയേൽ മാലാഖ നസറേത്തിൽ ഒരു ദൂതൻ വന്ന് മറിയത്തോട് പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, നീ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോകുകയാ. മറിയ അത്ഭുതപ്പെട്ടിച്ച് പറഞ്ഞു, പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും? ഉടനെ മറുപടി, മറിയം, ഇത് പുരുഷന്റെ ഇഷ്ടത്താലും മനുഷ്യന്റെ ഇഷ്ടത്താലുമല്ല, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നെടലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഈ 2 ശക്തികൾ ഉദരത്തിൽ സമ്മേളിക്കുമ്പോൾ ഒരു പുരുഷ പ്രജ ഉരുവാകും. മത്തായി ചേർത്ത് പഠിച്ചാൽ, അവൻ മാനവജനതയെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാനിരിക്കൊണ്ട് രക്ഷിപ്പാനിരിക്കൊണ്ട് അവൻ യേശു എന്ന് പേരിടണം. ഒരു ദൂതൻ എന്ന് പറഞ്ഞു പോയി. എന്തിനേറെ, കൃത്യം മറിയ ഗർഭവതിയായി, പ്രസവകാലം തികഞ്ഞു. മറിയം ആദ്യജാതനെ പ്രസവിച്ചു. എങ്ങും സ്ഥലമില്ലാകിയാൽ പശുത്തൊട്ടിയിൽ കൊണ്ട് കിടത്തി. പശുത്തൊട്ടിയിലല്ല പ്രസവിച്ചത്, സ്ഥലമെങ്ങും ഇല്ലാഞ്ഞതുകൊണ്ട് അവിടെ കൊണ്ട് കിടത്തിയതാ. അതൊന്നും ഇപ്പം ആ ഭാഗത്തേക്ക് പോകുന്നില്ല, നിങ്ങൾക്കറിയാം. ദൈവത്തിൻ്റെ മകൻ ഇപ്പം വന്ന് പെന്തിക്കോസുകാരും അങ്ങനെയൊക്കെ ആട്ടെ, ഒന്നും ഞാൻ പറയുന്നില്ല. ദൈവത്തിൻ്റെ മഹത്വം. അപ്പോൾ തിരുപ്പിറവി. അപ്പൊ ഒരു ദൂതൻ വന്ന് പറഞ്ഞു, നീ ഗർഭവതിയാകും, ഒരു മകനെ പ്രസവിക്കും എന്ന് പറഞ്ഞു. അത് അച്ചട്ടായിട്ട് നിറവേറി. അയ്യോ, അവിടുന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന സമയത്ത് ശിശുവൃന്ദങ്ങളെയെല്ലാം ഒലിവുമലയെ കൂട്ടിക്കൊണ്ടുപോയി അന്ത്യകൽപ്പന കൊടുത്തു. മത്തായി 28, മർക്കോസ് 16, ലൂക്കോസ് 24. ആമേൻ. അപ്പോസ്തലപ്രവൃത്തി 1 ഒക്കെ പഠിച്ച് അന്ത്യകൽപ്പന കൊടുത്തവർ നോക്കി നിൽക്കുമ്പോൾ യേശു മുകളിലോട്ട് പോവുക. ആ കാഴ്ച ഇങ്ങനെ കണ്ടു നിൽക്കുക. ആ ശിശുവൃന്ദങ്ങൾ ഇങ്ങനെ പൊങ്ങി. എനിക്ക് തോന്നുന്നു നമ്മുടെ ഷൗമേൽ സാറും അത് കണ്ടു. എലന്തൂര് ഷൗമേൽ സാറ് കണ്ടു. സാറ് കണ്ടതുപോലെ എഴുതി വച്ചിരിക്കുന്നത്, ഒലിവന്നോതും മലയിൽ നിന്നും തിരുജനമരികിൽ നിൽക്കവേ ചരണമുയർന്നു ഗഗനേ ഗതനായി താതനരികിലമർന്നു താൻ. ചരണമുയർന്നു ഗഗനേ ഗതനായി താതനരികിലമർന്നു. ഈ ഞാൻ പിണങ്ങാതിരിക്കാൻ പറയാം, ഉപദേശപരമായി നല്ല കൃത്യം പാട്ടെല്ലാം എഴുതി വെച്ചേക്കുന്ന ബ്രദറുകാരാ.
ബന്ധുക്കോസുകാർക്ക് ഇഷ്ടമല്ല. ഇതായി നിങ്ങളുടെ എല്ലാം ഓരോ പിന്നെ അത് ഞാൻ പറയാം, ഇച്ചിരി കഴിയട്ടെ. നല്ല കൃത്യം പാട്ടുകളാ. ഒരു വിഷയം അങ്ങോട്ടെടുത്ത് അവതരിപ്പിച്ചാൽ കൃത്യത്തിനാ പാട്ട്. പക്ഷേ തോമസ് ഞാൻ പറഞ്ഞ പോലെ അത് പാടി നന്നായിട്ട് സന്തോഷിക്കുന്നത് അവർക്കും സന്തോഷം കാണും. പക്ഷെ മുഖത്തും പ്രകടനത്തിലും ഒന്നും അങ്ങനെ എപ്പോഴും കാണാറും നമുക്ക് പിന്നെ ഇച്ചിരി കൂടുതലാണ്. പക്ഷെ നല്ല പാട്ടാ. അപ്പൊ സാറ് അത് കണ്ടോണ്ട് ഇരിക്കുന്നത് പോലെ എഴുതിയത്. ചരണമുയർന്നു ഗഗനേഗതനായി താതനരികിലമർന്നു താൻ ജയ ജയ നിസ്തുല ക്രിസ്തുരാജൻ ജയ ജയ നിർമ്മല നായകൻ ജയ ജയ ഘോഷം തുടരുക ജനമേ ജയം തരുന്നാഥനു സ്തോത്രമേ ജയ ജയ ഘോഷം തുടരുക ജനമേ ജയം തരുന്നാഥനു സ്തോത്രമേ എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാ നിസ്തുലം. അപ്പൊ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുക. ശിഷ്യവൃന്ദങ്ങൾ നോക്കി നിൽക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ. അങ്ങനെയല്ലയോ തോമസ്? അവൻ പോകും നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ഈ ലൂക്കോസിൽ പുരുഷന്മാരെന്ന അപ്പോസ്തല പ്രവർത്തിയിൽ പുരുഷന്മാരെന്ന, ലൂക്കോസും മത്തായിയും മറ്റ് സുവിശേഷം പഠിച്ചാൽ ദൂതന്മാരെന്ന രണ്ട് ദൂതന്മാർ. അപ്പോൾ ദൂതന്മാര് വന്ന് പറയാ, ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. മതി. ജനിക്കുന്ന സമയത്ത് ഒരു ദൂതനാ വന്ന് പറഞ്ഞത് ജനിക്കും, അച്ചട്ടായിട്ട് നടന്നു. പോകുന്ന സമയത്ത് രണ്ട് ദൂതനാ പറഞ്ഞത് പോയതുപോലെ തിരിച്ചു വരും. ഒരു ദൂതൻ പറഞ്ഞ കാര്യം നടന്നെങ്കിൽ ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം, രണ്ട് ദൂതൻ പറഞ്ഞ കാര്യം സൂക്ഷം നടക്കും. യേശു വീണ്ടും വരും. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് ഒരു കാര്യത്തോടെ പറഞ്ഞ് നിർത്തുക, പ്രസംഗം നിർത്തുക. അത് പറയാതിരിക്കാൻ ഒക്കത്തില്ല. യേശു വീണ്ടും വരും. തെളിവ് ഒന്ന്, യേശു നേരിട്ട് പറഞ്ഞു വരുമെന്ന്, പോയതുപോലെ. രണ്ട്, ദൂതന്മാര് സാക്ഷ്യപ്പെടുത്തി. മൂന്നാമത്തെ ഒരു കാര്യത്തോടെ പറഞ്ഞ് നിർത്താം. മൂന്നാമത് പറഞ്ഞത് കർത്താവ് തന്നെ ഈ ശിഷ്യന്മാർ വന്ന് ചോദിച്ചു, ഗുരു നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്താ? അപ്പോൾ മേഘപ്രത്യക്ഷതയും മഹത്വ പ്രത്യക്ഷതയും എല്ലാം ആ ഭാഗത്ത് വന്നിട്ടുണ്ട്. മഹത്വ പ്രത്യക്ഷതയോട് ബന്ധപ്പെട്ട പറഞ്ഞിരിക്കുന്നത് എങ്കിലും ആ പദം ഇങ്ങനെ എടുക്കുക. മത്തായി 24 ചേർത്ത് പഠിച്ചാൽ ഇങ്ങനെ, നോഹയുടെ കാലം പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ വരവ്. നോഹയുടെ കാലം എന്താ? നോഹയുടെ കാലത്തിന്റെ പ്രകൃതി ഒരു കാര്യം പറയാം. നോഹയുടെ കാലത്തിന്റെ പ്രകൃതി 6-ാം അധ്യായത്തിൽ ബോധിച്ചതുപോലെ നടക്കുന്നെന്ന 6:1 വായിച്ച തോമസ് ഒട്ടിച്ച ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. നോഹയുടെ കാലത്തെ ഒരു പ്രകൃതി ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ തിരുവിടത്തിൽ ആ കാര്യം ഒന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് വായിച്ചാട്ട് 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ഭൂമിയിൽ പെരുകി തുടങ്ങി അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് അപ്പോൾ ആ പണമെടുത്ത് ബോധിച്ചതുപോലെ ബോധിച്ച ഏവരെയും ഭാര്യമാരായി ബോധിച്ച ഏവരെയും. ഇപ്പോൾ അങ്ങനല്ലേ നടക്കുന്നത്? ബോധിച്ച ഏവരെയും. പണ്ട് കാലത്തൊക്കെ പ്രായമുള്ളവർക്കറിയാം, കാരണവന്മാരും ചുമതലപ്പെട്ടവരും പോയി കണ്ട് ആലോചിച്ച് ഉറപ്പിച്ച് വരിക. അതെ, ഇപ്പം അതൊന്നും പറഞ്ഞാൽ ഏക്കുകയല്ല. ഇപ്പം പിള്ളേർ തന്നെ എല്ലാം കണ്ട് ഉറപ്പിച്ച് എല്ലാം റെഡിയാക്കി അവരാ വരുന്നത്. പിന്നെ ചില പിള്ളേർ നല്ല പിള്ളേരാ, അവർ വന്ന് പറയും, പാപ്പ മാർച്ച് 12-നാ കല്യാണം, നിങ്ങൾക്ക് വരാൻ ഡേറ്റ് വല്ലോ, അങ്ങനെ വല്ലതും ചോദിച്ചാൽ വലിയ മഹാഭാഗ്യം, അന്നേരം പൊക്കോണം. അല്ലെ അതും കൂടാനൊക്കുകയല്ല. വല്ലാത്തൊരു കാലമാണ്. ഞങ്ങളുടെ കുന്നുപറമ്പിലെ കൊച്ചമ്മേനോട് വർത്തമാനം പറഞ്ഞു കൊടുത്തി അമ്മച്ചി പറയും, എൻ്റെ പാസ്റ്ററേ ഈ മനുഷ്യൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് പോലും ഞാൻ ഇങ്ങേരുടെ മുഖം കണ്ടിട്ടില്ല. അന്നൊന്നും നോക്കാനൊക്കത്തില്ല, കാരണം നമ്മായിരിക്കുമ്പോൾ പുള്ളിയുടെ മുഖത്തോട്ട് നോക്കിയിരുന്ന പഴയ കാലമാണ്. ഇപ്പം അതൊന്നും പറഞ്ഞാൽ ഒക്കത്തില്ല. അത് നിങ്ങൾ പറയും, അയാളിപ്പോൾ 100 കൊല്ലം പുറകെ കിടക്കുക, ദായിയാക്ക് വിവരമില്ലെന്നീ പറയുന്നത്.
പക്ഷേ അന്ന് ഇത്രയും ഡൈവേഴ്സ് കേസും ഇല്ലായിരുന്നു. ഇന്ന് മുഖം കണ്ടു സ്തോത്രം പോട്ടെ ഒന്നും പറയുന്നില്ല. ഞാൻ മുഴുവൻ പ്രശ്നമാണ്. ബോധിച്ച പോലെ അല്ല, സഭയ്ക്കകത്തും ബോധിച്ച പോലല്ലേ. സഭയ്ക്കകത്തും ഇപ്പം ബോധിച്ച പോലെ. തോന്നുമ്പോൾ മരിക, തോന്നുമ്പോൾ ഇറങ്ങിപ്പോകുക, ഇഷ്ടമുണ്ട് കൈയടിക്കുക, ഇല്ലേ കൈയടിക്കാതിരിക്കുക, സ്തോത്രം പറയാൻ താല്പര്യമുണ്ട്, ഇല്ലേ ഇല്ലാതിരിക്കുക, തിരുമേശ കൊണ്ടുവരുമ്പോൾ ഇഷ്ടമുണ്ട് എടുക്കുക, ബാക്കി വരുന്നത് പാസ്റ്ററും സെക്രട്ടറിയും കൂടി ഇരുന്ന് മിക്കവാറും എനിക്കൊന്ന് ഷുഗർ കൂടാൻ കാര്യം ഇതാണെന്ന് തോന്നുന്നു. ഈ ബാക്കി വരുന്നതല്ല. കഴിഞ്ഞ ദിവസം എന്തോ ഒരാളെ കണ്ട് നിന്ന് കുടിക്കുക. കാരണം ഇത് ബാക്കി കളയാനൊക്കെ പോകും. എനിക്കൊന്ന് അങ്ങനെയൊക്കെ ആ ഷുഗർ പിന്നെ കൂടുന്നതാണോ എന്ന് എനിക്കൊരു ചിന്തയില്ലാതില്ല. അപ്പൊ ശ്രദ്ധിക്കണം, ബോധിച്ച പോലെ. പക്ഷെ ഇതിന്റെ നടുവിൽ ഒരു കാര്യം പറയാം. ആ 4-ാം അധ്യായത്തിന്റെ ഒടുവിൽ വായിക്കുന്നത് ആമേൻ സ്തോത്രം, അക്കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ആ കണ്ണുകി ഒന്ന് വായിച്ചെടുത്ത് തോമസ് ആദാം തന്റെ ഭാര്യയായിട്ട് പരിഗ്രഹിച്ചു. അടുത്ത വാക്യം, മകനെ പ്രസവിച്ചു. കയീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നുവെന്ന് പറഞ്ഞ് അവന് ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിന് ഒരു മകൻ ജനിച്ചു. അവന് ഏനോശ് എന്ന് പേരിട്ടു. അടുത്തത്, അക്കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. എല്ലായിടത്തും ആരാധന തുടങ്ങി ആരാധന. എല്ലാവരും ആരാധിക്കുക, എല്ലായിടത്തും ആരാധിക്കുക. ഞാൻ എതിർക്കുന്നില്ല, എവിടെ ചെന്നാലും ആരാധന. ഏനോശിന്റെ കാലത്ത് ഭയങ്കര ആരാധന. പക്ഷെ ഒരു കാര്യം പറയാ, ആരാധന ഒരു ഭാഗത്ത് കൊടുമ്പുരിക്കണ്ട് നടക്കുമ്പോഴും ആരാധന കഴിഞ്ഞ് ഈ ആരാധിച്ചതിൽ മിക്ക ആൾക്കാരും ബോധിച്ച പോലെ നടക്കുക. അങ്ങനല്ലേ ഇന്നും? 3 മണിക്കൂർ ഭയങ്കര തകർപ്പാ. ഞാൻ എന്നെയും പ്രതിയാക്കിയാ പറയുന്നേ. 3 മണിക്കൂർ പണ്ടേരോ സഭയിൽ ഭയങ്കര ആരാധനയും ചാട്ടോ ഭയങ്കരമായപ്പം ചാടാതിരുന്നൊരു പുള്ളി വലിയ ആനക്ക്, പുള്ളിക്ക് എല്ലാവരെയും അറിയാം. പുള്ളി ഇങ്ങനെ മനസ്സോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ബാക്കി എല്ലാവരും ബഹളമാ, ഭയങ്കര ആരാധന. അപ്പോൾ പുള്ളി അവിടെ വന്ന് സ്വർഗത്തേക്ക് നോക്കി മഞ്ഞ, കർത്താവേ ഇപ്പം വരികാന്നേ 3-4 എണ്ണത്തിനെ ഇവിടുന്ന് കൊണ്ടുപോകാം, 1.5 കഴിഞ്ഞാൽ 1 എണ്ണത്തിനെ കിട്ടുകയില്ലെന്ന് പറഞ്ഞു. അല്ല, അതിനകത്ത് സത്യവുമുണ്ട്. ഈ ആരാധിക്കുന്ന ആ സമയത്ത് നമ്മുടെ മനോഭാവവും നിപ്പും നോട്ടവും ഒക്കെ വളരെ വളരെ അഭിനന്ദനീയമാണ്. അവരെ ആ സമയത്ത് നമുക്ക് എല്ലാവരും ഒന്ന് അതിന് വാക്ക് കിട്ടുന്നില്ല, അപ്രീഷിയേറ്റ് ചെയ്യാം. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. തെറ്റിയോ? എല്ലാവരും അഭിനന്ദിക്കാം, ശ്ലാഘിക്കാം. പക്ഷെ ഒരു കാര്യം പെന്തിക്കോസുകാരോടും പറയാം, നീ 3 മണിക്കൂർ ആരാധിച്ചേച്ച് 21 മണിക്കൂർ ബോധിച്ച പോലെ നടക്കരുത്. സ്റ്റേജിൽ നിൽക്കുമ്പോഴേ ഞാൻ എന്നെ പ്രതിയാക്കിയാ പറയുന്നേ. സ്റ്റേജിൽ നിൽക്കുമ്പോ 3 മണിക്കൂർ ജീസസ് ഈ കാറിന്റെ വൈപ്പർ അടിക്കും പോലെ, മഴയത്ത് കാറ് പോകും പോലെ. നല്ല കാര്യം, ഞാൻ എന്നെയും പ്രതിയാക്കിയ. ഈ 3 മണിക്കൂറല്ല 4 മണിക്കൂർ ആമ ഉള്ള ബഹളമല്ല. ആ 4 മണിക്കൂർ കഴിഞ്ഞേ 21 മണിക്കൂറുമല്ല 20 മണിക്കൂറും നീ ആമൻ സ്വത്രം ഈ രീതിയിൽ നിൽക്കണം. നോഹയുടെ കാലത്തെ വിശേഷത ആമൻ ആരാധനയുടെ സമയത്ത് ഭയങ്കര അന്തരീക്ഷം. ഇപ്പൊ ഇത് ഒരു കീബോർഡേ ഉള്ളൂ, കുറച്ച് മര്യാദ കൊണ്ട് ചിലടത്ത് 2-3 വെച്ച്. അത് കുഴപ്പമില്ല, കടിവെള്ളവൻ ചെയ്യട്ടെ. ഇല്ല, ഇപ്പൊ അടിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ, അതിനെ ചില്ലെന്ന് കേൾക്കുവിടെ. അതിനെന്നാ പറയുന്നത്? ഡ്രം സെറ്റ്. ഞാൻ എതിരല്ല, അതും വെച്ചോ. മൃദംഗവും ഹാർമോണിയവും തബല എല്ലാം ചെണ്ട വരെ കൊണ്ടുപോവാ, ഞാൻ എതിരല്ല. കാരണം സകല വാദ്യ ഉപകരണങ്ങളും വേണമെന്നാ. എല്ലാം നല്ലതാ. പക്ഷേ ഈ 3 മണിക്കൂറത്തെ ആരാധനയിൽ മാത്രമല്ല, ഇത് കഴിഞ്ഞ് ബോധിച്ച പോലെ പോകരുത്. നോഹയുടെ കാലം അങ്ങനെ ആരാധന തുടങ്ങി. ആരാധിക്കുന്ന സമയത്ത് എല്ലാരും നല്ല ഫൈനാ. പക്ഷെ ആരാധന കഴിഞ്ഞ് 6-ാമത്തെ വാക്യം ബോധിച്ച പോലെ, അത് പാടില്ല.
ഞാൻ അധികം വിവരിക്കുന്നില്ല. ഓരോരുത്തർക്ക് ബോധിച്ചെന്ന ന്യായാധിപന്മാരിലൊക്കെ താങ്കൾക്ക് ബോധിച്ച പോലെ പോയപ്പോൾ തമ്പുരാന് ബോധിച്ചെങ്ങനാ ആണ്ട് ഒരുത്തൻ 2 ഭാര്യയായിട്ട് നടക്കുന്നു. ആരാ? ഓ, ലാമേക്ക്. തോമസ് പിടിച്ച 4:19 അല്ലേ? 4:19. ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. ലാമേക്ക് 2 ഭാര്യമാരെ. ഒന്നിനെ തന്നെ നമ്മൾ എന്ത് കഷ്ടപ്പെട്ട. നിങ്ങൾ പറയാണ്ട് അപ്പച്ചന്മാരൊക്കെ ഇരിക്കുന്ന പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നു. 60, 70 ഒക്കെ 80 ഒക്കെ ഉള്ളവരാ. നിങ്ങൾ സത്യം പറ, നെഞ്ചത്ത് കൈ വെച്ച് പറ. നമ്മുടെ ഈ ഒരു ഭാര്യയെ ദൈവം നമുക്ക് തന്നതാ. തക്ക തുണയാ. ഉഭയസമ്മതത്തിന്റെ കൊടമ്പടി വാചകത്താൽ ദൈവം തന്നതാ, മരണത്താൽ അല്ലാതെ. ആ ഒരെണ്ണത്തിനെ നിങ്ങൾ പറ, നിങ്ങളുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ച ഇത്രയും കൊല്ലം കൊണ്ട് നടന്ന അല്ലെന്ന് പറ, ആണെന്ന് പറ, എന്തേലും അങ്ങ് പറയച്ചാ, സത്യം പറച്ചാ. ഇല്ലേ? നിങ്ങളെക്കാൾ കഴിവ് കുറവാ, ആരോഗ്യക്കുറവാ, ചിലപ്പോൾ നിറക്കുറവാ, കാശ് കുറവാ, മിടുക്കൊക്കെ കുറവാ. എന്നാൽ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ച ഈ ഒരെണ്ണത്തിന് ഇത്രയും കൊല്ലം സമ്മതിക്കുകയല്ല. അയ്യോ, ഉദാഹരണം പറയാം. ഉദാഹരണമാ, ഉടക്കുണ്ടാക്കാനല്ല. നിങ്ങളുടെ അമ്മയോ പെങ്ങന്മാരോ നിങ്ങളുടെ വീട്ടിൽ 1 മാസം വന്ന് നിൽക്കട്ടെ. നിർത്തുകയല്ല ചിലര്, അബദ്ധത്തിൽ നിൽക്കട്ടെ. അങ്ങനെ നിന്നാൽ ഒടുവിൽ നമ്മൾ അവരെ വിടാൻ നേരത്ത് ഭാര്യയോട് പറയടി, ഞാൻ കൊച്ചമ്മയെ കൊണ്ട് വണ്ടി കയറ്റി വിട്ടേച്ച്. കൊച്ചമ്മയ്ക്ക് തന്നെ പോകാമല്ലേ? ഉടനെ അടുത്ത ചോദ്യം, ഇങ്ങോട്ട് തള്ള തന്നെയാണല്ലോ വന്നേ, പിന്നെ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഒരു ഇളക്കം. ഉടനെ പറഞ്ഞെടി എൻ്റെ മൂത്തത്. കൊണ്ടുവിട്, പെട്ടെന്ന് ഇവിടെ വന്നേക്കണം. ഉടനെ വിടാൻ കൊണ്ടുപോയി. വിട്ടേച്ച് തിരിച്ചു വരുമ്പോൾ തള്ള ഗ്രില്ലേ പിടിച്ചുകൊണ്ട് നിൽക്കുക. ഉദാഹരണമാ, നിങ്ങൾ ചെയ്തെന്നല്ല. പക്ഷെ ഈ ഇരിപ്പ് കാണുമ്പോൾ എനിക്കൊരു ഡൗട്ടുണ്ട്. ഉണ്ട്, ചെറിയൊരു ഡൗട്ടുണ്ട്. ഗ്രില്ലേ പിടിച്ചുകൊണ്ട് നിൽക്കുക. എവിടെ കൊണ്ട് വിട്ടു? ബസ് സ്റ്റോപ്പിൽ. ഏത് ബസ് സ്റ്റോപ്പിൽ? അവിടെ. എവിടെ? ഊന്നുകല്ല അല്ല, പിന്നെ എവിടെ? എലമന്തിട്ടേലോ അല്ല, കുഴിക്കാലേലോ, തെക്കേമേലോ അല്ല, പിന്നെ എവിടെ കൊണ്ടുവിടും? കോഴഞ്ചേരി. കോഴഞ്ചേരി. എന്തായാലും മേടിച്ചു കൊടുത്തോ? ഞാൻ ചില എന്തോ സാധനം, എൻ്റെ മൂത്ത പെങ്ങളല്ലിയോടി ഞാൻ കൊച്ചിലെ കൊച്ചമ്മ എന്നെ എടുത്തുകൊണ്ടൊക്കെ നടന്നതാ. ഒരു സാരി മേടിച്ചു കൊടുത്ത്. സാരി കീരി. ഉടനെ വരും കള്ളക്കരച്ചു കൊടുക്കും. നിങ്ങൾക്കല്ലേ എന്നോ എനിക്കൊരു ഉണ്ടെന്ന് ചിലതൊക്കെ. എന്നിട്ട് എന്നെ പറഞ്ഞു, കാശ് വല്ലതും കൊടുത്തോ? ഇച്ചിരി കാശും കൊടുത്ത്. നിങ്ങളുടെ ഈ കാശില്ലായിരുന്നല്ലോ, കാരണം കാശെല്ലാം അമ്മമ്മയുടെ ഇല്ല. ഞാൻ ആ കടക്കാരനോട് മേടിച്ചു. എന്നിട്ട് എന്തോ പറഞ്ഞു പോയി. കൊച്ചമ്മ പറഞ്ഞു, ഒക്കെന്നെങ്കിൽ അടുത്ത മാസം ഒന്നുകൂടെ. കൊച്ചമ്മ വരികയും ചെയ്യും, നിന്റെ കൂടെ താമസിക്കുകയും ചെയ്യും. അന്നേരം ഈ മറുഭാഷയെല്ലാം അങ്ങ് നിൽക്കും. ഈ ഗ്ലോറി വിക്ടറി ഒക്കെ അങ്ങ് നിൽക്കും. എല്ലാവരുടെയും കാര്യമല്ല, പക്ഷേ ഭർത്താവിൻ്റെ വീട്ടുകാരെയും സ്വന്തം വീട്ടുകാരെയും ഒരുപോലെ കരുതുന്ന, ഒരുപോലെ സ്നേഹിക്കുന്ന, ഒരുപോലെ ആദരിക്കുന്ന മാന്യ സഹോദരിമാരും ഉണ്ട്. വിരളമാണ്, ഇല്ലെന്ന് പറയത്തില്ല. പ്രശ്നമുണ്ടാകും, ഇല്ലേ? ഒരു ഉദാഹരണം പറയാം. നമ്മൾ ജോലിക്ക് പോയി, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓട്ടോ ഓടിക്കോ, വണ്ടി ഓടിക്കോ, റോഡ് പണിയോ, അല്ലെ ഓഫീസ് പണിയോ, ബിസിനസ് എന്തുമാകട്ടെ, നമ്മുടെ തിരക്ക് കൊണ്ട് ഉദാഹരണമാണ്, ഭക്ഷിക്കാനൊത്തില്ല. ക്ഷീണിച്ചവശനായി വരുമ്പം വീട്ടിൽ നിന്ന് കോള് വരും. എവിടായി? ഞാൻ നാൽക്കാലിക്ക പാലത്തിൻ്റെ അവിടെ ആയി. പിന്നെയും കോള്. എവിടായി? പാലം കഴിഞ്ഞതോളൂ. നിങ്ങളപ്പോൾ പാലത്തെ നിന്ന് വലിയൊരു വർത്താനം പറഞ്ഞോ? പാലത്തിൻ്റെ അവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി. പിന്നെ ഓരോരോ കാര്യം. പാല് മേടിച്ചോണ്ട് വരണം, കൊണ്ടുവരാം. വീട് അടുക്കാറായപ്പം ഇച്ചിരി പച്ചക്കറിയും കൂടെ. ഇതൊക്കെ വീട് ആവശ്യമല്ലേ? അടുക്കാറായി പറഞ്ഞു, കൊച്ചിന് ബിസ്ക്കറ്റ് തീർന്നു, അതാണ് നീറ് തത്തും പോലെ തത്തുന്നതാ, അതും മേടിച്ചു. നമ്മൾ വളരെ ക്ഷീണിച്ചായി വരുന്നത്.
അങ്ങനെ വരുമ്പോൾ നമ്മുടെ അമ്മയോ പെങ്ങന്മാരോ വീട്ടിലുണ്ട്, അമ്മയുണ്ടെന്നിരിക്കട്ടെ, എല്ലാവരുമല്ല, ചില സഹോദരിമാർ, എല്ലാവരുടെയും കാര്യമല്ല. അമ്മ വാതൊക്കെ ഇരിക്കുക സെറ്റിയല്ലേ, നമ്മൾ കയറി വരുമ്പോൾ അകത്തോട്ട് ചെന്നോണ്ടേ കഥ കങ്കയാരി, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തള്ളാനെ ഇവിടെ. ഇന്ന് രാത്രി ഇവരെ ഇവിടുന്ന് നിങ്ങൾക്ക് തന്നെ ബേബിയുടെ അടുക്കലോട്ട് വിട്. ബേബി നിങ്ങളുടെ അനിയനല്ലേ, അവന് നോക്കാൻ മേലേ. ഞാൻ തന്നെ നമ്മൾ മിണ്ടാതെ അമ്മ കേൾക്കും, ഞാൻ മിണ്ടും. എൻ്റെ അമ്മ എന്നെ 10, നിങ്ങളെ മാത്രമല്ല 10, ഞങ്ങളെയൊക്കെ 10. അപ്പം നമ്മളൊരു തരത്തിൽ ഇവളെ ഒന്ന് പറഞ്ഞ് പരിഹരിച്ച് മിണ്ടാതിരിക്കും. ഞാൻ നിനക്ക് ചിക്കിങ് മേടിച്ചു തരും, നിന്നെ ഞാൻ മൂന്നാറിൽ കൊണ്ടുപോകും. മൂന്നാർക്ക് നമ്മളൊരു പരുവത്തിൽ ഇവളെ പറഞ്ഞ് ഒതുക്കിയ ചിഞ്ഞോട്ടിരുമ്പോൾ അമ്മ വാതുക്കിയിരിക്കുക. നമ്മൾ ഇറങ്ങി വന്നപ്പം നമ്മൾ ഈ ഭാവ വ്യത്യാസം ഇറങ്ങി അമ്മ ജോയിക്കുട്ടിയെ എന്തുവാടാ അവള് പറഞ്ഞേ? അമ്മ അവൾ ചോദിച്ചത് പ്രാർത്ഥനയ്ക്ക് ബണ്ണ് മതിയോ പൊറോട്ട മതിയോ എന്നാണ് ചോദിച്ചത്. അവൾ അതാന്നോ ചോദിച്ചേ? ഉടനെ അമ്മ ബണ്ണ് മതിയടാ, അതാ എനിക്കും ഇഷ്ടം. അവളതാ പറഞ്ഞ്, അവൾ ബണ്ണ് മതിയെന്നാന്നോ പറഞ്ഞേ. നമ്മൾ പിന്നെ ഇരുചെവി അറിയാതെ അമ്മയെ ഓട്ടോയിൽ കയറ്റി ബേബിയുടെ അവിടെ കൊണ്ടുവന്ന്, അപ്പം ബേബിയുടെ അവിടുത്തെ തള്ള വേറെ കൊടുവാളുമായിട്ട് നിൽക്കുക. എന്ത് കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചായി ഈ ഒരെണ്ണത്തിന് ഇത്രയും കൊല്ലം അമ്മയെ പിണക്കാൻ പറ്റുമോ, ഭാര്യയെ കളയാൻ പറ്റുമോ, സഹോദരങ്ങളെ ഉപേക്ഷിച്ച്. അന്നേരം എന്താ ഒരുത്തൻ 2 എണ്ണത്തിന് എന്തോ കഴിവാ, 2 എണ്ണത്തിന്. ഒന്നിനെ നമ്മൾ 2 എണ്ണം. ലാബക്ക് 2 ഭാര്യമാരെ എടുത്തു. പണ്ട് ഞാൻ പ്രസംഗിച്ചപ്പോൾ ഒരു ചെറുക്കൻ ചോദിച്ചു എടുത്തോന്ന്. ഞാൻ പിന്നെ അവനോട് പറഞ്ഞേടാ, എടുത്തെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ 2നെയും കൂടെ എടുത്തെന്നല്ല, അവൻ 2 സ്ത്രീകളെ വിവാഹം കഴിച്ചെന്ന്. അപ്പോൾ പറയാൻ വന്നത് ബോധിച്ച പോലെ നടക്കുക. 2 മാത്രമല്ലോ പിള്ളേരുണ്ടായി ഗുണ്ടായിസം. അടുത്ത വാക്യം, 2 ഭാര്യമാരെ ആദയും സെല്ലയും. യാബാലിനെ പ്രസവിച്ചു. അവൻ കൂടാരവാസികൾക്ക് പശുപാലകന്മാർക്ക് പിതാവ്. അവന്റെ ബ്രദർ യൂബാൽ. അവൻ കിന്നരവും വേണവും പ്രയോഗിക്കുന്നവർക്ക് പിതാവ്. അവന്റെ ബ്രദർ തൂബൽ കയ്യിൽ പ്രസവിച്ചു. അവൻ ചെമ്പുകൊണ്ട് ഇരുമ്പ് കൊണ്ടും ആയുധങ്ങളെ തീർക്കുന്നവൻ. ചുരുക്കി പറഞ്ഞ കല, സംസ്കാരം, ഗുണ്ടായിസം, അവൻ അടി, കേസ്, വഴക്ക്, ഇങ്ങനെ ബോധിച്ച പോലെ നടക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോവല്ലോ. അധികം വിവരിക്കുന്നില്ല. 4-ാം അധ്യായത്തിന്റെ ഒടുവിൽ ആരാധന തുടങ്ങി. എൻ്റെ ഭാഷ പറയാ, 2-3 മണിക്കൂർ ഭയങ്കര ആരാധന കഴിഞ്ഞ് പിന്നെ ബോധിച്ച പോലെ നടക്കുക. അവൻ 2 ഭാര്യമാരെ ഗുണ്ടായിസുമാടി, കേസ്, വഴക്ക്, കോടതി, ബഹളം, എന്തെല്ലാം പ്രശ്നങ്ങളാ. ഇങ്ങനെ ജനം പാപം ചെയ്ത് വഷളത്വം പ്രവർത്തിച്ച് ബോധിച്ച പോലെ നടന്നപ്പോൾ ദൈവം പറഞ്ഞു നോഹയോട് പറയാൻ, ഞാൻ നശിപ്പിക്കും. നീ പെട്ടകം പണിയണം. 300 മുഴം നീളവും 50 മുഴം വീതി 30 മുഴം ഉയരോ ഏകമാം വാതാങ്കനത്തോടെ പെട്ടകം പണിയണം. ആ പെട്ടകത്തിന് ഒരു വാതില്. ഈ പെട്ടകത്തിനകത്ത് മനുഷ്യവർഗം കയറണം. വെള്ളപ്പൊക്കത്താൽ നശിപ്പിക്കാൻ പോകുക. വെള്ളം കുടിച്ച് മരിക്കാതിരിക്കണമെങ്കിൽ ഈ പെട്ടകത്തിൽ കയറണം. എല്ലാരും ഒന്നും കയറിയില്ല, വിവരിക്കുന്നില്ല. 8 പേര് കയറി. 8 പേര്. ദൈവം തമ്പുരാൻ വാതിലങ്ങടച്ചു. അവൻ താഴത്തെ ഉറവ ദൈവം തുറന്നു. മേളിലത്തെ വിധാനം ഉണ്ടാക്കിയിട്ട് വെള്ളം വെച്ചില്ലേ, അത് വന്ന് ദൈവം തുറന്നു. താഴെ നിന്നും മേളിൽ നിന്നും ജലപ്രളയം. അവൻ സ്തോത്രം. പെട്ടകം ഉണ്ടാക്കിയ പുള്ളിയും, തച്ചുശാസ്ത്രം പറഞ്ഞ പുള്ളിയും, അവൻ ചിന്തേരിട്ട പുള്ളിയും, തടിവെട്ടാൻ പോയ പുള്ളിയും, അത് ചുമന്നോണ്ട് വന്നവനും, ഇതിന് എഞ്ചിനീയറും എന്ന് വേണ്ട സകല എണ്ണോ വെള്ളം കുടിച്ച് ചാകുക. സൈമൺ സാറ് കൊടുത്തിരിക്കുന്ന ഒരു പദം ഇങ്ങനെ, ചമ്മന്തിക്ക് പോലും ഒരെണ്ണത്തിനെ ഇട്ടില്ലെന്ന്. ചമ്മന്തി അരയ്ക്കാൻ പോലും മുഴുവൻ ചത്തു തീർത്ത്. ഞാനൊരു കാര്യം പറഞ്ഞ് നിർത്താം. ആമേ നോഹയുടെ കാലം പോലെ. എന്തുവാ അർത്ഥം? എല്ലാവരും ആരാധിക്കുക. പക്ഷേ പെട്ടകത്തിനകത്ത് കയറി രക്ഷപ്പെട്ടത് എത്ര പേരാ? 8 പേര്. പിന്നെ ആരാധിച്ചവരല്ല എന്ത് ചെയ്യേ? ആരാധിച്ചതല്ലാണ്ട് പിണ്ടിച്ചങ്ങാട് ഒഴുകി നടക്കുന്നത് പോലെ ഒഴുകി നടക്കുന്നു. ഇത് തന്നെ മനുഷ്യപുത്രന്റെ വരവിലും ഉണ്ടാകും എന്ന് പറഞ്ഞാൽ, ദൈവപ്രമാണം അനുസരിച്ച് പ്രമാണത്തിൽ നിൽക്കുന്നവൻ അവിടുത്തെ വരവിൽ എടുക്കപ്പെടും. എന്താ പെന്തിക്കോസിന്റെ ഉപദേശവും പ്രമാണവും?
പെട്ടെന്നങ്ങ് പറഞ്ഞു നിർത്തിയേക്കാം. മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടണം. തീർന്നില്ല. വെള്ളത്തിൽ മുങ്ങി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണം, അഭിഷേകം പ്രാപിക്കണം, തിരുമേശ എടുക്കണം, കൂട്ടായ്മ ആചരിക്കണം, പ്രാർത്ഥന കഴിക്കണം. അവൻ ദൈവത്തോടും മനുഷ്യനോടും കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിക്കണം. പോരാ, ഓരോ ദിവസവും പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും മാനസാന്തരപ്പെട്ട്. അയലത്തുകാരോടൊന്നും വഴക്കുണ്ടാക്കരുത്. നീ ആകളം തുണിച്ചാൽ പോകുകയല്ല. സഹോദരങ്ങളിൽ കൊമ്പ് കോർക്കരുത്, പോക്ക് നടക്കുകയല്ല. കേസ്, കോടതി, വഴക്ക്, പോക്ക് നടക്കുകയല്ല. സഹോദരങ്ങളുടെ വസ്തുവോ അവൻ മറ്റു കാര്യങ്ങൾ അപകരിച്ചെടുക്കരുത്. കള്ളയാധാരം ഉണ്ടാക്കരുത്, പോക്ക് നടക്കുകയല്ല. ആരെയും ചതിക്കരുത്. പാസ്പോർട്ട് കച്ചവടവും വിസ കച്ചവടവും തട്ടിപ്പും വെട്ടിപ്പും നീ മേളിലോട്ട് പോകുകയല്ല. അയലത്തുകാരനെ അതിരുമാന്തരുത്, മേളിൽ പോകുകയല്ല. എന്നെ എല്ലാവരും അങ്ങ് സ്തംഭിച്ചിരിക്കുന്നത്. ഓ, സമയമായല്ലോ, നിർത്തുക. ഏതായാലും ഇത്ര നേരം കേട്ടിരുന്നത് തന്നെ വലിയ കാര്യം. ഒരു കാര്യം പറഞ്ഞ് നിർത്താം. നരകവും ഉണ്ട്, സ്വർഗവും ഉണ്ട്. നരകത്തിൽ ചാകാത്ത പുഴുവും കെടാത്ത തീയുമുണ്ട്. നീ അതിനകത്ത് നിന്ന് പെടരുത്. സ്വർഗത്തിൽ പോകണം. സ്വർഗത്തിൽ പോകാൻ കാശ് മുടക്കൊന്നുമില്ല. ഇരിക്കുന്ന കിടത്തിരുന്ന്, കേൾക്കുന്ന കിടത്തിരുന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, യേശുവേ എന്നെ രക്ഷിക്കണം. ഇന്ന് രാത്രി യേശു നിന്നെ രക്ഷിക്കും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. നമ്മെ രക്ഷിക്കുവാൻ കഴിവുള്ള യേശു, വിടുവിക്കുവാൻ കഴിവുള്ള യേശു ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാവരും അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, ഉറപ്പ്. യേശു പറഞ്ഞു, 2 ദൂതന്മാര് സാക്ഷിച്ചു, 3 നോഹയുടെ കാലം പോലായിരിക്കും. ആ കർത്താവിന്റെ വരവിനായി ഇന്ന് രാത്രി നമുക്ക് ഒരുങ്ങി. എല്ലാവരും അല്പസമയം ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഒരു പഴയ പാട്ടിന്റെ 4 വരിയെ പാടുന്നുള്ള, എല്ലാം പാടാൻ നേരമില്ല. നിങ്ങൾ ആദ്യം മുതലേ പാടി ഊപ്പാട് വന്നിരിക്കുക. ഞാൻ വന്നപ്പോൾ കേട്ടു, പാടി നിങ്ങൾ കുടഞ്ഞിരിക്കുക, ഞാൻ കണ്ടു. അതുകൊണ്ട് ഇനി നിങ്ങൾ അതെ കൊണ്ട് പാടിപ്പിക്കുന്നില്ല. സ്തോത്രം. ഒരു 4 വരി പാടാം. ദൈവത്തിന് സ്തോത്രം. പുത്തനേ യെരൂശലേം ശോഭയായി വിണ്ണൊലി വീശിടുന്ന ദർശനം. പുത്തനേ യെരൂശലേം ശോഭയായി കൈയടിച്ചു ഓ വീശിടുന്ന ദർശനം. നിത്യവും ലഭിച്ചു സ്വന്തം ചിത്തവും വരത്തിലാക്കി സ്വർഗം നോക്കി ഞാനും ഓടുന്നേ. നിത്യവും ലഭിച്ചു സ്വന്തം ചിത്തവും വരത്തിലാക്കി സ്വർഗം കൈയടിച്ച് ചേർന്ന് ഓടുന്നേ. മൽപ്രിയനേ ഈ തലയിൽ വന്നു നീ ശുദ്ധരേ ചേർത്തിടേണേ. ആമേ. മൽപ്രിയേ കൈയടിച്ച് ചേർന്ന് ഇത്തരയിൽ ആമേ ഓ ശുദ്ധരേ ചേർത്തിടേണേ. ഓ മുൻമുഖം കാണുവാൻ ആശയോ കാത്തുകൊണ്ടെത്രയോ സിദ്ധരും. പൊന്മുഖം കാണുവാൻ ആശയോ ആമേ കാത്തുകൊണ്ടെത്രയോ സിദ്ധരും. സൗമ്യത കിരീപിട ശാന്തരായൊരു മേഘമായി സ്നേഹത്തിൻ വിശുദ്ധിയോടെ സൗമ്യത കിരീപിട ശാന്തരായൊരു നിൽക്കും മേഘമായി. മൽപ്രിയനേ ആമേനിത്തരയിൽ ഓ വന്നു നീ ശുദ്ധരെ ചേർത്തിടേണേ. പ്രത്യാശയോടെ നീ വന്നു നീ ശുദ്ധരെ ചേർത്തിടേണേ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഇതുവരെയും എന്നെ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, പിതാക്കന്മാർ, മാതാക്കൾ, കുഞ്ഞുങ്ങൾ, ആ കടത്തിണ്ണയിലും സമീപ സ്ഥലത്തും ആ റോഡ് സൈഡിലുമൊക്കെ നിന്ന് കേട്ട ബഹുമാന്യരായ ശ്രോതാക്കൾ, നാട്ടുകാർ, വിശേഷിച്ച് കർത്തദാസന്മാർ, എല്ലാവർക്കും നന്ദി. ഓൺലൈനിൽ കേട്ടുകൊണ്ടിരുന്ന ബഹുമാന്യർക്കും നന്ദി. 1 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. നമ്മുടെ സമാപന യോഗമാണ്. ഇറങ്ങി പോകരുത്. 1 മിനിറ്റ്. ആക്കമുണ്ടെങ്കിൽ, ആരോഗ്യമുണ്ടെങ്കിൽ ആ കരങ്ങളൊന്ന് വീശി ദൈവത്തെ മഹത്വപ്പെടുത്ത്. എല്ലാവരും ഇന്നും എന്നേക്കും വേർപിരിയാതെ വീശി ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ഇന്നും എന്നേക്കും വേർപിരിയാതെ
യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശുക്രിസ്തു പരിശുദ്ധാത്മാവിന് നൽകുന്നു, യേശുക്രിസ്തു പരിശുദ്ധാത്മാവിന് നൽകുന്നു. യേശുക്രിസ്തു രാജാതിരാജാവായി വേഗം വരുന്നു, യേശുക്രിസ്തു രാജാതിരാജാവായി വേഗം വരുന്നു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ ഹല്ലേലൂയ, ഹല്ലേലൂയ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം. ക്ഷണിച്ച പ്രിയപ്പെട്ടവർക്ക് നന്ദി. കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.